എനിവേ വിത്തൗട്ട് ഫർദർ ഡിലേ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. വളരെ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഞാൻ പറഞ്ഞ പോലെ ഈ സംഭവങ്ങൾ എത്തിക്കൽ അല്ലെങ്കിൽ ശരിയാ കംപ്ലൈന്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിന്റെ ഓരോന്നും നമ്മുടെ ബേസിക്സിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതെങ്ങനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മളെ റിട്ടയർമെന്റിനും നമ്മളുടെ മക്കളുടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അവരുടെ വിവാഹം അങ്ങനെയുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് എങ്ങനെ നമ്മളെ ജീവിതത്തിൽ അത് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ്. നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ആകുമ്പോൾ അതില് ചോദിക്കാനുള്ള അവസരം ഉണ്ടാകും. സോ ആ ഒരു അവസരം നിങ്ങൾ പരമാവധി മുതലെടുക്കുക. സോ ഞാൻ ഈ ഒരു വേദി സവാദിന് കൈമാറുകയാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് സവാദിനെ ഞാൻ ഈ ഒരു സെഷൻ എടുക്കാൻ വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യുന്നു. സവാദ്. അസ്സലാമു അലൈക്കും. ഗുഡ് ഈവനിങ് എവരിവൺ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സവാദ് ആണ്. താങ്ക് യു റാഷിദ് ഫോർ ദ ഇൻട്രൊഡക്ഷൻ. തന്നെ നമുക്ക് ആകെ ഒരു മണിക്കൂറാണ് ഉള്ളത്. ഇതിലെ പ്രസന്റേഷൻ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷനും ഒക്കെ കൂടി കവർ ചെയ്യാനുള്ള ഒരു ഇതിലുണ്ട്. നിങ്ങൾ എല്ലാവർക്കും സമയത്തിന്റെ മൂല്യം കറക്റ്റ് ആയിട്ട് മനസ്സിലാവും, പ്രത്യേകിച്ച് പ്രവാസി സുഹൃത്തുക്കൾക്ക്. അപ്പം അധികം വൈകിക്കുന്നില്ല, ഞാൻ കാര്യങ്ങളിലേക്ക് നേരിട്ട് തന്നെ കടക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്, എല്ലാവരും തന്നെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നവരായിക്കോളണം, അല്ലെങ്കിൽ ഈ 100 പേരും ഓൾറെഡി ഇൻവെസ്റ്റ്മെന്റ് ഉള്ളവരായിക്കോളണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയല്ല ഡ്രീമേൻസ് ഈ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ മ്യൂച്വൽ ഫണ്ടിൽ വന്ന 2020-2021 കാലഘട്ടം മുതൽ എനിക്ക് അറിയുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. ഇപ്പൊ നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളില് കേരള സമൂഹത്തിൽ മൊത്തത്തിൽ തന്നെ ഈ ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയിട്ടും പ്രത്യേകിച്ച് എത്തിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സിനെ പറ്റിയിട്ടും ഒക്കെ ഉള്ള ഒരു അജ്ഞത മനസ്സിലാക്കിയ ശേഷം ഇപ്പം സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്ന യുവാക്കളും പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളായതുകൊണ്ടായിരിക്കും അവർ ഇത്തരത്തിലുള്ള പ്രോഗ്രാംസുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഡ്രീമിയൻസ് എടുക്കുന്ന ഈ ഒരു എഫേർട്ടിന് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഞാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, ഇപ്പൊ ഞങ്ങൾക്ക് കുറെ ആളുകളിലേക്ക് എത്തണം, ഇതിനെ പറ്റിയുള്ള അറിവ് പകരണം എന്നൊക്കെ. പക്ഷെ എനിക്ക് എന്റേതായിട്ടുള്ള ലിമിറ്റ്സ് ഉണ്ട്. അപ്പൊ നിങ്ങളെ പോലെ ഒരു ചെറുപ്പക്കാരുടെ ഒരു സംഘടന അല്ലെ ചെറുപ്പക്കാരുടെ ഒരു ഓർഗനൈസേഷൻ ഇതിനുവേണ്ടി അപ്രീഷിയേറ്റ് ചെയ്യുക. അതുപോലെ മോഡേൺ ടെക്നോളജി ഇപ്പൊ എല്ലാവർക്കും കത്തയച്ചിട്ട് ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ആളുകളിലേക്ക് എങ്ങനെ ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാം എന്ന നിങ്ങളുടെ ഈ എഫേർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഒന്നുകൂടി എല്ലാവർക്കും സലാം പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. അപ്പം ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പറയാം. നമ്മള് 3.5 കോടി ജനങ്ങളോളം വസിക്കുന്ന കേരളം ഉണ്ടല്ലോ, നമ്മൾ ടോട്ടൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാല് 1,02,000 കോടി രൂപയാണ്. ഓക്കെ, അത് ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ട കാര്യമാണ്. എന്നതിനാൽ തന്നെ മലബാർ ഭാഗത്തുനിന്നോ ഉള്ള അതിലേക്കുള്ള കോൺട്രിബ്യൂഷൻ വളരെ കുറവായിരിക്കും. മാത്രമല്ല, നമ്മള് ഫിനാൻഷ്യലി എത്രത്തോളം അവയർനെസ് ഇല്ലാത്തവരാണെന്ന് അറിയണമെങ്കിൽ നമ്മളൊരു എന്താ പറയാ, നമ്മൾ പറയാമല്ലോ ലിറ്ററസി റേറ്റ് 100% ആണ്, 90+ ആണ് എന്നൊക്കെ നോർമലി ഞാനും നിങ്ങൾ പറയുന്ന എല്ലാ മലയാളികളും പറഞ്ഞു നടക്കുന്നതാണ്. ഞങ്ങള് ഹിന്ദിക്കാരെ പോലെയല്ല, ഞങ്ങള് വിദ്യാഭ്യാസമുള്ള ആളുകളാണ്, നമ്മൾ വേസ്റ്റ് വലിച്ചെറിയില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് തന്നെ ഫിനാൻഷ്യലി എത്രത്തോളം നമ്മൾ അവെയർ ആണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യം എടുത്താൽ മ്യൂച്വൽ ഫണ്ടിലൊക്കെ കേരളത്തിൽ 100 പേരിൽ വെറും 5 പേരെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ എന്നുള്ള വിവരം അറിയുമ്പോഴാണ് നമ്മുടെ ഫിനാൻഷ്യൽ ലിറ്ററസി എത്രത്തോളം മോശമാണ്, അല്ലെങ്കിൽ നമ്മൾ സാമ്പത്തിക കാര്യങ്ങളിൽ എത്രത്തോളം പിന്നാക്ക ഇതിലാണ് നിൽക്കുന്നത്. അതായത് സാമ്പത്തികമായിട്ട് നമുക്ക് ഇല്ലാന്നല്ല അതിനർത്ഥം, സമ്പത്ത് എങ്ങനെ യൂസ് ചെയ്യണം, അത് ഭാവിയിലേക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ എത്രത്തോളം നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ട് പ്ലാൻ ചെയ്ത് യൂസ് ചെയ്യാനുള്ള കാര്യത്തെ പറ്റിയുള്ള അറിവില്ലായ്മ നമ്മുടെ സമൂഹത്തിൽ എമ്പാടുമുണ്ട്. എസ്പെഷ്യലി മുസ്ലിം കമ്മ്യൂണിറ്റീസിൽ അത് ഉണ്ടാവാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പലിശ പാടില്ല. പലിശ തിന്നുന്നത് 7 വൻകുറ്റങ്ങളിൽ പെട്ടതാണ് നമ്മളെല്ലാവരും പഠിച്ചതായിരിക്കും. സോ അത് അങ്ങനെയുള്ള പൈസ വേണ്ട എന്ന് പറഞ്ഞാൽ നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയായിരിക്കാം നമ്മൾ ഈ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനെ പറ്റി ചിന്തിക്കാത്തത്. പക്ഷെ പലിശ അല്ലാത്ത എന്തെല്ലാം മേഖലകളിലൂടെ നമുക്ക് ഇതെല്ലാം പൈസ സ്വരൂപിച്ച് വെക്കാൻ പറ്റും. നാളെ നമുക്ക് ഈ ഒരു ജോലിയോ ഇതോ ഇല്ല, ഈ ഒരു ആരോഗ്യമോ അല്ലെങ്കിൽ ഈ ഒരു തൊഴിലുറപ്പൊക്കെ ഇല്ലാത്തൊരു കാലം എത്തും. നമ്മളും ഒരു റിട്ടയർമെന്റ് ലൈഫിലേക്ക് പോകും. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പെൻഷൻ കിട്ടുന്നവർക്ക് മാത്രമല്ല, പ്രൈവറ്റ് ജോലികളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഒരു റിട്ടയർമെന്റ് കാലം വരും. നമ്മൾ ജോലിക്ക് പോകാത്തൊരു സമയം വരും. അന്നേരം മക്കളെയോ അല്ലെ മരുമക്കളെയോ പിന്നെ ആശ്രയിച്ചിട്ട് ആവരുത് നമ്മുടെ ജീവിതം എന്നുള്ള ഒരു ചിന്ത ഉള്ള ഒരാൾക്ക് അങ്ങനെയുള്ള ഒരു സമൂഹം കെട്ടിപ്പടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പം അതിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം സേവിങ്സ്, ഇപ്പൊ അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇപ്പം ഗൾഫുകാര്
അതായത് NRIs നമ്മൾ വിളിക്കുന്ന ആളുകൾക്ക് എസ്പെഷ്യലി അറിയുന്ന കാര്യമായിരിക്കും. ഇപ്പൊ നമ്മൾ മലയാളീസ് ഇവിടെ കേരളത്തിൽ ഇപ്പൊ എത്ര സാലറി വാങ്ങിയാലും നമ്മളത് ചെലവാക്കും. പക്ഷെ ഗൾഫിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ അവിടെ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാണ്, നമ്മുടെ കുടുംബത്തിന് നമുക്ക് വേണ്ടപ്പെട്ടവർക്കും വേണ്ടിയിട്ട്. അപ്പൊ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന, നിങ്ങൾ പലരും ഇപ്പൊ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്ത്, പരമാവധി ചെലവ് കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് എടുത്തു വെക്കാന്നുള്ള കാര്യം. അത് തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ നാട്ടിലേക്കൊക്കെ വരുമ്പോൾ ആ ഒരു ടെൻഡൻസി കണ്ടുവരൂല. നോർമലി എന്താ ചെയ്യാന്ന് വിചാരിച്ചാല് പൈസ കിട്ടും, നമ്മളെ ചെലവ് കഴിച്ച് ബാക്കിയുള്ളത് ബാങ്കിൽ കിടന്നോട്ടെ എന്ന് വിചാരിക്കും. അപ്പൊ നോർമലി ആദ്യം ആ ഒരു ചിന്താഗതിയിൽ മാറ്റം വരുത്തുന്നത് നമുക്ക് ഒരു പരിധി വരെ ഉപകരിക്കും. അതെന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾ എടുത്തിട്ട് ബാക്കിയുള്ള എമൗണ്ട് സേവ് ചെയ്യാന്ന് പറയുന്ന ഒരു ടെൻഡൻസി നമ്മളിലേക്ക് വരണം. സേവിങ്സ് ആയിട്ട് അതിനെ വെറുതെ ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ അതിന് പലിശ മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എന്താക്കുക, സേവ് ചെയ്യുക എന്ന രീതി മാറ്റിയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാന്നുള്ള രീതിയിലേക്ക് മൂവ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഇനീഷ്യലി എടുക്കാൻ പറ്റുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ എല്ലാവരും തന്നെ ഇപ്പൊ 2000 ദിർഹം റിയാലോ ഏതാണെന്ന് എനിക്കറിയില്ല, ഞാൻ വേറെ രാജ്യങ്ങൾ വിസിറ്റ് ചെയ്യുകയോ ജോലി ചെയ്യുകയോ ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയുന്ന ആളുകളായിരിക്കും, അല്ല ഇനി കേരളത്തിലോ ഇവിടെ വർക്ക് ചെയ്യുന്ന ആളുകളായാലും നമുക്ക് മൂല്യം ഒരു മാസാവസാനം നമ്മുടെ ജോലിക്ക് ഏത് തരത്തില് സാലറി ആയിട്ടാണോ വേജസ് ആയിട്ടാണോ ഏത് രീതിയിലാണ് പ്രോഫിറ്റ് ഷെയറിംഗ് ആയിട്ടാണോ ഏത് രീതിയിലാണോ കിട്ടുന്നത്, അതിൽ നിന്ന് നമ്മൾക്ക് ഒരു എമൗണ്ട് എല്ലാ മാസങ്ങളിലും അല്ലെങ്കിൽ ഏത് ഇടവേളകളിലാണോ നമുക്ക് സാലറി കിട്ടുന്നത് അതിലേക്ക് മാറ്റി വെക്കാൻ സാധിച്ചാല് അത് നന്നായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ നോർമലി സേവിങ്സ് കുറവാണ്. നമ്മൾ മുസ്ലിംസ് നോർമലി ഇൻവെസ്റ്റ്മെന്റ് മേഖലയിൽ അധികം ഇത് പോകാത്തതിന്റെ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു പലിശന്റെ ഇൻവോൾവ്മെന്റ് ആണ്. അപ്പൊ പലിശ ഇല്ലാത്ത ഏതൊക്കെ തരം ഇൻവെസ്റ്റ്മെന്റുകൾ ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. പലിശ ഉള്ള ഇൻവെസ്റ്റ്മെന്റുകൾ മാത്രമല്ല ഇന്ത്യയിലുള്ളത്, അതല്ലാത്ത പലിശ ഇൻവോൾവ് അല്ലാത്ത ധാരാളം തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ബിസിനസ് ചെയ്യുന്ന ആളുകൾ പലിശന്റെ ബിസിനസ് അല്ല ചെയ്യുന്നത്. പിന്നെ നമ്മൾ നല്ലൊരു കമ്പനീന്റെ സ്റ്റോക്ക് വാങ്ങി വെച്ചു, അത് 10-15 വർഷം നമ്മൾ ആ കമ്പനീന്റെ സ്റ്റോക്ക് ഹോൾഡ് ചെയ്തു, അതൊരു ലാഭത്തിന് കിട്ടുമ്പോൾ നമ്മളത് വിൽക്കുകയാണെങ്കിൽ അത് പലിശയായിട്ടല്ല കൺസിഡർ ചെയ്യുക. അത് നമ്മളൊരു ബിസിനസ് ചെയ്യുന്നതിന് തുല്യമായിട്ടുള്ള പ്രോഗ്രാം തന്നെയാണ് നമ്മളൊരു സ്റ്റോക്ക് വാങ്ങുക അല്ലെങ്കിൽ ഒരു ഇത് ചെയ്യുന്നത് വഴി പിന്നെ സംഭവിക്കാവുന്നത്. അപ്പം എത്തിക്കൽ ഇൻവെസ്റ്റ്മെന്റിലോട്ട് വരുമ്പോൾ ഇസ്ലാമികമായിട്ടുള്ള രീതിയിൽ ഇത് ശരിയാവുന്നത് എങ്ങനെ, ശരിയാവാതിരിക്കുന്നത് എങ്ങനെ നോക്കിയാൽ ധാരാളം ഇൻവെസ്റ്റ്മെന്റ്, നമ്മൾ സ്റ്റോക്കിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവരും ഡെയിലി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് മ്യൂച്വൽ ഫണ്ട്. ശരിയാണ്, നമ്മുടെ ഗവൺമെന്റ്സ് എല്ലാം തന്നെ നല്ല രീതിയിൽ ഇനീഷ്യേറ്റീവ് ഒക്കെ എടുത്തിട്ട് ആളുകളെ അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ട് ശരിയാണ്, SIP ചെയ്യൂ, SIP അവസാനിപ്പിക്കാതിരിക്കൂ, SIP കൂടുതലാക്കി കൊണ്ടുവരൂ എന്നുള്ള രീതിയിലൊക്കെ നല്ല രീതിയിൽ അവര് പിന്നെ ഇത് പുഷ് ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് സമൂഹത്തിൽ നല്ലൊരു രീതി അല്ലെങ്കിൽ നല്ലൊരു സമ്പാദ്യശീലം വളർത്തുക എന്നുള്ള രീതിയിലാണ് അത് ചെയ്യുന്നത്. അപ്പോ മ്യൂച്വൽ ഫണ്ടിലോട്ട് വരുമ്പോഴത്തേനും മ്യൂച്വൽ ഫണ്ട് എന്താണ് ചെയ്യുന്നതെന്ന് ആദ്യം അറിയണം അല്ലെ. ഇപ്പൊ ഞാന് അല്ലെ റാഷിദ് അല്ലെ റിൻഷാദ് സർ പോലെയുള്ള ആളുകളുടെ കയ്യിലൊക്കെ ഞാൻ അതുപോലെ നിങ്ങളിൽപ്പെട്ട ഓരോരുത്തരുടെ കയ്യിലും ഒരു എമൗണ്ട്, ഒരു 5,000 അല്ലെ ഒരു 50,000 പെർ മന്ത് നമുക്ക് മാറ്റി വെക്കാനുണ്ട് എന്ന് കരുതുക. അപ്പൊ നമ്മളത് വെറുതെ ബാങ്കിൽ വെക്കുന്നതിന് പകരം എക്സ്പേർട്ട് ആയിട്ടുള്ള കുറച്ച് ആളുകളുടെ കയ്യിൽ കൊടുത്തിട്ട് അത് ഇന്ത്യയിൽ ലാഭ സാധ്യതയുള്ള ബിസിനസ്സുകളിൽ നിക്ഷേപിച്ച് അത് നമുക്ക് തന്നെ തിരിച്ചിട്ട് അതിന് അവര് നമുക്ക് തന്നെ ആ ലാഭവും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയും തിരിച്ചു തരുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ട് എന്ന് വിളിക്കുന്നത്. ശരിക്കും ആളുകൾ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുക എന്നാണ് പറയുന്നത്. അതൊരു തെറ്റിദ്ധാരണയാണ്. മ്യൂച്വൽ ഫണ്ടിലല്ല നമ്മൾ നിക്ഷേപിക്കുന്നത്, മ്യൂച്വൽ ഫണ്ട് വഴി ഇന്ത്യയിലുള്ള രജിസ്റ്റേർഡ് ആയിട്ടുള്ള ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസിന്റെ സ്റ്റോക്കുകളിലാണ് നമ്മൾ നിക്ഷേപിക്കുന്നത്. അത് നിക്ഷേപിക്കാൻ നമുക്ക് സാധിക്കാത്തതിന്റെ കാരണം എന്ന് വിചാരിച്ചാൽ നമുക്ക് അതിനനുസരിച്ചുള്ള വിവരമില്ലായ്മയോ, നമ്മൾ ജോലി ചെയ്യുന്ന ആളുകളാണ്, നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇതിനെ പറ്റിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കാനുള്ള സമയം ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമുക്കിപ്പം എനിക്ക് സമയമുണ്ട് ഇതുണ്ട്, പക്ഷെ ഞാൻ ആ ഒരു മേഖലയിൽ എക്സ്പേർട്ട് ആയിക്കൊള്ളണമെന്നില്ല. ഇപ്പൊ MBBS MA പിന്നെ എന്താ പറയാ ഫിസിക്സോ കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഫിനാൻഷ്യൽ മേഖലയിൽ നോളജ് ഉണ്ടായിക്കൊള്ളുന്നില്ല. ആ കുറവ് പരിഹരിക്കുക എന്നതാണ് ഈ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ ഓരോ ഫണ്ട് മാനേജേഴ്സ് നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത്. അതിന് അവർക്ക് തുച്ഛമായിട്ടുള്ള ഒരു കോമ്പൻസേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട് പകലില്ലാതെ ഏതൊക്കെ സ്റ്റോക്കുകളാണ് നന്നായിട്ടുള്ളത്, കഴിഞ്ഞ 5 വർഷം ഏതൊക്കെ കമ്പനീസ് നല്ല ലാഭം തന്നു, ഭാവിയിൽ ഏതൊക്കെ കമ്പനീസ് ലാഭം തരാൻ സാധ്യത ഉണ്ട്, ആരുടെയൊക്കെ കമ്പനിക്കാണ് അടുത്ത വർഷങ്ങളിലേക്ക് നല്ല ഓർഡർ വന്ന് പെൻഡിങ്ങിൽ നിൽക്കുന്നത്. ഓൾറെഡി ഓർഡർ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി അടുത്ത വർഷം അത്രത്തോളം പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു, അത്രത്തോളം പ്രൊഡക്റ്റ് വെക്കുമ്പോൾ അവർക്ക് അതിൽ നിന്ന് അത്രത്തോളം ലാഭം ഉണ്ടാക്കുന്നു മനസ്സിലാക്കിക്കൊണ്ട് ആണ് ഈ ഓരോ ഫണ്ട് മാനേജേഴ്സ് ഓരോ സ്കീമുകൾ സെലക്ട് ചെയ്യുന്നത്.
ഇനി നമ്മൾ എത്തിക്കൽ മേഖലയിലോട്ട് വന്നാൽ ഈ മ്യൂച്വൽ ഫണ്ട് ജനറൽ ആണ് ഞാൻ പറഞ്ഞത്. ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാം, അത് ലാഭം കിട്ടാൻ സാധ്യത ഉണ്ട് എന്ന് തോന്നുന്ന കമ്പനികളിൽ നിക്ഷേപിച്ചിട്ട് നിശ്ചിത ഇടവേളകളിൽ ആ ലാഭം ബുക്ക് ചെയ്ത് അതിൽ നിന്ന് എക്സിറ്റ് ചെയ്തിട്ട് ആ ലാഭം ആരാണോ നമ്മളെ പോലെ ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹത്തിലെ ഓരോ കണ്ണികളാണ് ഈ മ്യൂച്വൽ ഫണ്ടിലേക്ക് പൈസ കൊടുക്കുന്നത്, അവരിലേക്ക് തന്നെ അത് തിരിച്ചു കൊടുക്കുക എന്ന് പറയുന്ന പ്രോസസ്സാണ് മ്യൂച്വൽ ഫണ്ടിലേക്ക് ചെയ്യുന്നത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് ചെയ്യുന്ന സമയത്ത് ഇന്ത്യയിൽ ഏകദേശം നിഫ്റ്റിന്റെ കണക്ക് പ്രകാരം 2600ഓളം ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസ് ഉണ്ട്. അപ്പം അതിൽ ഏതിൽ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം. അവിടെയാണ് നമുക്ക് എല്ലാ കമ്പനിയിലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പൈസ എടുക്കാനാണെങ്കിൽ നമ്മളെ ശരിയ, അതായത് ഇസ്ലാമികപരമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഉദ്ദേശ ലക്ഷ്യം അവിടെ പൂർത്തിയാവില്ല. അപ്പൊ നമ്മൾ ബാങ്കിൽ പൈസ ഇടാതിരിക്കുന്നത് എന്തിനാണ്? നമുക്ക് പലിശ ഇൻവോൾവ് ആവരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പൊ നമ്മൾ അതിനു വേണ്ടി ഒരു ഫിൽട്ടർ ഇടുന്നതിനെയാണ് നമ്മൾ എത്തിക്കൽ ഫണ്ട് അല്ലെ ശരിയാ ബേസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ശരിയാ ബേസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഇസ്ലാമില് അരുത്, നിങ്ങളത് ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളിലൂടെ ഉണ്ടാകുന്ന പൈസ നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് പലിശ ഇനത്തിൽ വരുന്ന പൈസ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വൻകുറ്റങ്ങളിൽ പെട്ടതാണ്, അല്ലെങ്കിൽ അത് മഹാഭാവമാണ്, അത് ചെയ്യാൻ പാടില്ല, അത് വേറൊരാളെ കഷ്ടപ്പാടിന്നോ കണ്ണീരിന്നോ ഉണ്ടാക്കിയെടുക്കുന്ന പൈസയാണ്, അത് നമ്മൾ യൂസ് ചെയ്യരുത് എന്നാണ് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം പലിശന്റെ ഇടപാടുള്ള കമ്പനികളെ ഒഴിവാക്കി നിർത്തും ശരിയാ ഫണ്ടിലോട്ട് വരുമ്പോൾ. നോർമൽ മ്യൂച്വൽ ഫണ്ടിൽ അതിലും ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടാവാം. ശരിയാന്ന് പറയുന്ന കാറ്റഗറിയിലോട്ട് വരുമ്പോൾ അവര് പലിശ വരുന്ന കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ പലിശ നേടുന്ന കമ്പനികളിൽ, പലിശ ഉണ്ടാക്കാൻ വേണ്ടി പണിയെടുക്കുന്ന കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യില്ല. പലിശ മാത്രമല്ല, ചൂതാട്ടം, ആൽക്കഹോൾ, പിന്നെ എന്താ പറയാ ആംസ് ഉണ്ടാവില്ല, ബാക്കിയുള്ള ആളുകൾ ദ്രോഹിക്കാൻ വേണ്ടി ഉപയോഗിക്കണം, ഇങ്ങനെയുള്ള മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ ഇസ്ലാമികമായി അനുവദിക്കപ്പെട്ട കമ്പനികളുടെ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്നൊരു ലാഭം ഉണ്ടാക്കാൻ വിശ്വാസികളെ സഹായിക്കുന്ന ഫണ്ടുകളെയാണ് നമ്മൾ എത്തിക്കൽ അഥവാ ശരിയായ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്ത്യയിൽ ധാരാളം മ്യൂച്വൽ ഫണ്ടുകൾ, 4000-ലധികം മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ ഉണ്ടെങ്കിലും അതിൽ 6-8 സ്കീമുകൾ, അതിൽ തന്നെ 4-6 സ്കീമുകളാണ് തഖ്വ അഡ്വൈസറി ആൻഡ് ശരിയ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ഉള്ള ഫണ്ടുകളായിട്ട് നിലനിൽക്കുന്നത്. അത് ഇനീഷ്യലി വന്നത് ടാറ്റ ആൻഡ് എത്തിക്കൽ ഫണ്ടാണ്. നിങ്ങളിൽ പലരും അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ടായിരിക്കാം. ഏറ്റവും ഓൾഡസ്റ്റ് എന്ന് പറയാവുന്നതും ടാറ്റ ആൻഡ് എത്തിക്കൽ ഫണ്ടാണ്. അതുപോലെ അതിനുശേഷം ക്വാണ്ടം എന്ന് പറയുന്ന മ്യൂച്വൽ ഫണ്ട്, ടോറസ് മ്യൂച്വൽ ഫണ്ട്, അതുപോലെ ഇപ്പം UTI മ്യൂച്വൽ ഫണ്ട് എന്നിവർക്കൊക്കെ തഖ്വ അഡ്വൈസറി ആൻഡ് ശരിയ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ഉള്ള ഇൻവെസ്റ്റ്മെന്റുകളാണ് ഇതിലൂടെ നടത്തുന്നത്. ഇതിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, ഇസ്ലാമികമായിട്ട് അനുവദിക്കപ്പെട്ട സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും അതിൽ നിന്ന് കിട്ടുന്ന ലാഭമാണ് നമുക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പം അതിൽ എന്റെ കയ്യിൽ പലിശ ആയിട്ടില്ല, പലിശ വന്നിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ അത് നമ്മളെ സഹായിക്കും. അപ്പം എത്തിക്കൽ മ്യൂച്വൽ ഫണ്ട് എങ്ങനെ കണ്ടെത്താന്നുള്ളതിന്റെ പ്രൈമറി ഇതെന്ന് പറയുന്നത് ടോട്ടൽ മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് ടാസിസ് എന്ന് പറയുന്ന സംഘടനയുടെ സർട്ടിഫിക്കറ്റ് ഉള്ള ഫണ്ടുകളാണോ എന്ന് ചോദിച്ചതിന് ശേഷം ആ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയാൽ നമുക്ക് മനസ്സിലാക്കാം ഇത് എത്തിക്കൽ അല്ലെങ്കിൽ ശരിയാ ബേസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണോ എന്ന്. കാരണം ഇന്ത്യയിൽ നാഷണൽ NSE നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏർപ്പെടുത്തിയ ഒരു സംഘടനയാണ് തഖ്വ അഡ്വൈസറി ബോർഡ് എന്ന് പറയുന്നത്. അതായത് ഇസ്ലാമികമായിട്ടുള്ള രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനീസിന്റെ സ്റ്റോക്കുകൾ പരിശോധിച്ചിട്ട് ഇതിലുള്ളത് ഇസ്ലാമിക സമ്പ്രദായം വഴി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫണ്ടുകളാണോ അല്ലയോ എന്ന് നോക്കിയിട്ട് ആണെങ്കിൽ അതിനുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള ഓർഗനൈസേഷനാണ് ഈ ടാസിസ് എന്ന് പറയുന്നത്. അപ്പൊ അവര് എല്ലാ വർഷവും 2 തവണ അവര് എന്ത് ചെയ്യും, ഈ സ്റ്റോക്കുകൾ നോക്കും. ഇപ്പൊ ഒന്ന് നോക്കി, ഒരു 6 മാസം കഴിഞ്ഞപ്പോ അതിലുള്ള ഏതെങ്കിലും ഉൾപ്പെടുത്തിയ കമ്പനീസ് ഏതെങ്കിലും പലിശയോ അല്ലെങ്കിൽ ചൂതാട്ട മേഖലയോ അല്ലെങ്കിൽ ആൽക്കഹോൾ, ഡ്രഗ്സ് മുതലായ ബിസിനസ്സുകളിലേക്ക് ഇറങ്ങിയിട്ടുണ്ടോ നോക്കിയ ശേഷം അവയെ ഒഴിവാക്കുകയും ഇല്ലാത്തതിനെ നിലനിർത്തുകയും ചെയ്യുക എന്നതാണ് ഈ തഖ്വ അഡ്വൈസറി ബോർഡിന്റെ അർപ്പിതമായിട്ടുള്ള കർമ്മം. അവര് അത് എല്ലാ 6 മാസങ്ങളിലും ആ പ്രോസസ്സ് ചെയ്യും. അത് പ്രോസസ്സ് ചെയ്യുന്നത് വഴി ഞാനും നിങ്ങളും ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ ശരിയായ രീതിയിലാണ് ഉപയോഗിക്കപ്പെടുന്നതെന്നും അതിൽ നിന്നും വേണ്ടാത്ത ഒരു മേഖലയിൽ നിന്നുള്ള വരുമാനം എന്നിലേക്ക് എത്തിച്ചേരുന്നില്ല എന്നും ഉറപ്പുവരുത്താൻ നമ്മളെ സഹായിക്കും. ഇനി മ്യൂച്വൽ ഫണ്ടിലുള്ള ശരിയായ ഓപ്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു. 4-5 ഫണ്ടുകളാണുള്ളത്. അവയിൽ നിന്ന് ഏതാണ് നിങ്ങൾക്ക് അനുയോജ്യമായത് എന്നുള്ള രീതിയിൽ അതിനെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി
എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതെന്നാണ്. അത് ഇൻവെസ്റ്റ്മെന്റിന്റെ മൊത്തത്തിൽ ഒരേ രീതിയിൽ ബാധകമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു കാര്യം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാ കൺസിഡർ ചെയ്യേണ്ടതെന്നുള്ള കാര്യം. അത് ശരിയാ ഫണ്ടിലാണെങ്കിലും ശരി, അല്ലാത്ത ഫണ്ടിലായാലും നിങ്ങളുടെ മുസ്ലിം സുഹൃത്തുക്കളോ വേറെ രീതിയിലുള്ള സുഹൃത്തുക്കളോ അല്ലെങ്കിൽ തക്കുവ ഈ ശരിയാ ബേസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് വേണം എന്ന് നിർബന്ധമില്ലാത്ത സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും നിങ്ങൾക്കുള്ളത് പോലെ തന്നെ അപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് കൺസിഡർ ചെയ്യേണ്ടതെന്നുള്ളത്. ഒന്ന്, പ്രധാനമായിട്ടുള്ള കൺസിഡറേഷൻ കൊടുക്കേണ്ടത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒന്ന്, ഇപ്പൊ എന്റെ മകന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് 18 വർഷത്തിന് ശേഷം എടുത്താൽ മതിയെങ്കിൽ അതിന്റെ ലക്ഷ്യം അവരുടെ ഫ്യൂച്ചർ എഡ്യൂക്കേഷൻ ആണ്. എനിക്കൊരു കാറ് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു ലക്ഷ്യത്തോടു കൂടി എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അല്ല എന്റെ മകളുടെ വിവാഹം കഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടോ എനിക്കൊരു വീട് വെക്കാൻ വേണ്ടിയിട്ടോ ഒന്നും വേണ്ട. 10-20 കൊല്ലം കഴിഞ്ഞ് ഗൾഫിന്നോ അല്ലെങ്കിൽ ഈ ജോലിയിൽ നിന്ന് വിരമിച്ച് വീട്ടിലിരിക്കുമ്പോൾ വേറെ ആളോട് ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു റിട്ടയർമെന്റ് കോർപ്പസിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് പ്രഥമമായിട്ട് പരിഗണിക്കേണ്ട കാര്യം. എന്തിനു വേണ്ടി, വാട്ട് ഈസ് ദ എയിം ഓഫ് യുവർ ഇൻവെസ്റ്റ്മെന്റ്, അതാണ് ഫസ്റ്റ് കൺസിഡർ ചെയ്യേണ്ടത്. എയിം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വർഷം ഇൻവെസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റും. അതായത് 5 വർഷം ചെയ്യാൻ പറ്റുന്നവരുണ്ടാവും, 3 വർഷം നിൽക്കാൻ പറ്റുന്നവരുണ്ടാവും, 10 വർഷം നിൽക്കാൻ പറ്റുന്നുണ്ടാവും, 20 വർഷം നിൽക്കാൻ പറ്റുന്നവരുണ്ടായിരിക്കും. അപ്പം എത്രത്തോളം ടൈം ഹൊറൈസൺ, നിങ്ങൾക്ക് എത്രത്തോളം സമയം ഈ ഇൻവെസ്റ്റ്മെന്റിന് നൽകാൻ പറ്റും എന്നുള്ള കാര്യം ഇതിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഫസ്റ്റത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്ത് എയിമിന് വേണ്ടിയിട്ടാണ്, അതായത് എന്ത് പർപ്പസ് ആണ്, വാട്ട് ഈസ് ദ എയിം അല്ലെങ്കിൽ ടാർഗറ്റ് ഓഫ് യുവർ ഇൻവെസ്റ്റ്മെന്റ്. 2, വാട്ട് ഈസ് ദ ടൈം ഹൊറൈസൺ, എത്ര സമയം നിങ്ങൾക്ക് ഈ ഇൻവെസ്റ്റ്മെന്റിന് വളരാൻ വേണ്ടി നൽകാൻ പറ്റും എന്നുള്ളതാണ്. 3, റിസ്ക് എത്രത്തോളം എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. നോർമലി ഒരു റിസ്കും എടുക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് നോർമലി ചെയ്യാൻ പറ്റുന്ന സാധനം FDയിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. പക്ഷെ അത് പലിശയാണ് അതിൽ നിന്ന് തരുന്നത്. അതുകൊണ്ട് തന്നെ അത് തീരെ റിസ്ക് ഇല്ലാത്തതാണ്, പക്ഷെ കിട്ടുന്നത് പലിശ ആയതുകൊണ്ട് തന്നെ നമുക്കത് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പം എത്രത്തോളം റിസ്ക് എടുക്കാൻ പറ്റും, തീരെ റിസ്ക് എടുക്കാൻ പറ്റാത്തവര് വലിയ കമ്പനീസ്, താരതമ്യേന റിട്ടേൺ കുറവ് തരാൻ സാധ്യതയുള്ള കമ്പനീസിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും നന്നാവുക. ഇനി ഒരു മീഡിയം തരം റിസ്ക് എടുക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് ആ തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകൾ അവൈലബിൾ ആണ്. ഇനി അല്ല അഗ്രസീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം, ഞങ്ങൾക്ക് ഇപ്പൊ എത്ര റിസ്ക് എടുക്കുന്നതിന് കുഴപ്പമില്ല, 10-15 വർഷത്തിന് ശേഷം ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത്, അല്ലെ ഞാൻ റിട്ടയർമെന്റിൽ നോക്കുമ്പോൾ, അല്ലെ എന്റെ കുട്ടീനെ പഠിപ്പിക്കാനാവുന്ന സമയത്ത് എനിക്ക് നല്ലൊരു എമൗണ്ട് കിട്ടണമെന്ന് പറഞ്ഞാൽ അഗ്രസീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിയും ആളുകൾക്ക് എടുക്കാവുന്നതാണ്. അത് വ്യക്തി അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ സവാദിന്റെ റിസ്ക് പ്രൊഫൈൽ ആയിരിക്കില്ല മിസ്റ്റർ റാഷിദ് സാറിനോ അല്ലെങ്കിൽ റിൻഷാദ് സാറിനോ അല്ലെ അബ്ബാസ് സാറിനോ ഉണ്ടാവുക എന്നുള്ളത്. അതുപോലെ അബ്ദുൽ ജലീലിനോ അബ്ദുള്ള ഫൈസി ഉസ്താദിനോ ഇവർക്കൊക്കെ വ്യത്യസ്തമായിട്ടുള്ള റിസ്ക് പ്രൊഫൈലിംഗ് ആയിരിക്കും, വ്യത്യസ്തമായിട്ടുള്ള ആവശ്യങ്ങളായിരിക്കും, വ്യത്യസ്തമായിട്ടുള്ള ലക്ഷ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പൊ അത് വ്യക്തിയിൽ അധിഷ്ഠിതമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ആ കാര്യം നിങ്ങൾ അഡ്വൈസറോട് സംസാരിക്കുക. ഞാൻ ഇന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഈ ഒരു സമയത്തേക്ക് എനിക്ക് ഇൻവെസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും, ഇത്രത്തോളം റിസ്ക് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യാൻ പറ്റും. ഇനി ഇതിന്റെ റിട്ടേണിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത്, മ്യൂച്വൽ ഫണ്ടിനെ പറ്റി ആരെന്ത് സംസാരിക്കുകയാണെങ്കിലും നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം, മ്യൂച്വൽ ഫണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു ലാഭം ഉറപ്പ് നൽകുന്ന സംവിധാനമല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഉറപ്പിച്ചൊരു റിട്ടേൺ കിട്ടുകയാണെങ്കിൽ അത് ശരിക്കും പലിശന്റെ ഷർത്താണ്. ഇത്രയായിട്ട് എമൗണ്ട് നമുക്ക് കിട്ടും, ഇത്ര എമൗണ്ട് പർട്ടിക്കുലർ എമൗണ്ട് നിങ്ങൾക്ക് തരുന്ന ആദ്യം ഉറപ്പ് പറയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും അത് പലിശയായിട്ട് കൺസിഡർ ചെയ്യണം. ആ ഒരു ഫീച്ചർ ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ തന്നെ ഈ എത്തിക്കൽ കാറ്റഗറി ഒക്കെ കൊണ്ടുവരാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് അഷ്വേർഡ് ആയിട്ടുള്ള ഒരു റിട്ടേൺ ഒരു മ്യൂച്വൽ ഫണ്ട് അഡ്വൈസറും നിങ്ങൾക്ക് തരില്ല. ഏറെക്കുറെ കഴിഞ്ഞ 10-20 വർഷമായിട്ട് ഇത്ര തന്നിട്ടുണ്ട്, അടുത്ത 10-20 വർഷത്തേക്ക് നമുക്ക് ഇത്ര പ്രതീക്ഷിക്കാം, അത് ഇത്രയോ ആവാൻ സാധ്യത ഉണ്ട് എന്നുള്ള രീതിയിലായിരിക്കും പറയാം. അപ്പം ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് ഇന്ത്യയിലുള്ള ഇക്വിറ്റി സെൻസെക്സ് നിഫ്റ്റി വന്നതിന് ശേഷമുള്ള ലാസ്റ്റ് 20-30 ഇയേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഓൺ ആൻ ആവറേജ് ഏകദേശം ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്, പ്യുവർ ഇക്വിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ഫണ്ടുകൾ 14% റിട്ടേൺ കൊടുത്തതായിട്ട് കാണാൻ പറ്റും. അത് അടുത്ത വർഷം അതിന്റെ അടുത്ത വർഷം 14% തരുന്നതിനുള്ള ഓരോ പെർഫോമൻസ് ആയിരിക്കും. അത് ഫ്യൂച്ചറിൽ അതുപോലെ തന്നെ പക്ഷെ അതിനേക്കാളും കൊടുത്തേക്കാം. ഫോർ എക്സാമ്പിൾ മോസ്റ്റ് ഓഫ് ഇൻഡസ്ട്രീന്റെ സ്മോൾ ആൻഡ് മിഡ് ക്യാപ് ഫണ്ട് അല്ലെങ്കിൽ ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ടുകളൊക്കെ 18% റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. സോ അത് അർത്ഥം
അർത്ഥം ഇനി വരുന്ന 5 വർഷം 18% തന്നെ കൊടുത്തേക്കൊന്നല്ല. അതിനർത്ഥം ഇനി വരുന്ന 5 വർഷം തീരെ ലാഭം ഉണ്ടാവില്ല. അപ്പം അത് വർഷാവർഷങ്ങളിൽ മാറിക്കൊണ്ടിരിക്കും. ആവറേജ് ഒരു ഇക്വിറ്റി ഫണ്ടിൽ നിന്ന് നമുക്കൊരു 9 മുതൽ 15% വരെയൊക്കെ വേരിയന്റ് ആയിട്ടുള്ള റിട്ടേൺ കഴിഞ്ഞ 5 വർഷങ്ങളിൽ കൊടുത്തിരിക്കുന്നത്. 18, 20, 22% റിട്ടേൺ കൊടുത്ത ഫണ്ടുകളും ഉണ്ട്. അപ്പം എത്രത്തോളം നിങ്ങൾ റിസ്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നത്, എത്ര സമയം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇതുണ്ട്, എത്രത്തോളം നിങ്ങൾ റിട്ടേൺ ആഗ്രഹിക്കുന്നത്, അതിനനുസരിച്ച് നിങ്ങളെ സ്കീമുകളിൽ മാറ്റം വരുത്താവുന്നതാണ്. പിന്നെ 2 വർഷത്തിൽ മണം കെട്ടിക്കാനുള്ള ആളുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഫണ്ട് ആയിരിക്കില്ല. 15 വർഷത്തിൽ മകനെ PG ക്ക് വിടേണ്ട ആളുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അവർ രണ്ടാളെ റിസ്ക് അപ്പറ്റൈറ്റ് ഒന്നായിരിക്കില്ല. അവർക്ക് പലതരത്തിലുള്ള ഫണ്ടുകൾ വ്യത്യാസം വരുത്തണം. അതിന് ഡ്രീമേഴ്സ് പോലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ റിസ്ക് പ്രൊഫൈലിംഗ് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റ് ആണ് ആപ്റ്റായിട്ട് വരുന്നതെന്ന് മനസ്സിലാക്കാൻ സഹായിക്കും. അപ്പോ ഞാൻ വല്ലാതെ നീട്ടിക്കൊണ്ടുപോകാനുള്ള സമയം ഉണ്ടെന്ന് തോന്നില്ല. അതുകൊണ്ട് ഞാൻ ഇതിന്റെ ഫിൽട്ടർ ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ എത്തിക്കൽ ഫണ്ടാണ്, ഇത് ശരിയാ ബേസ്ഡ് ഫണ്ടാണ് എന്ന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? നിഫ്റ്റി 500 എന്ന് പറയുന്ന ഇൻഡെക്സ് കാറ്റഗറിയിൽ രജിസ്റ്റർ ആയിട്ടുള്ള ഏറ്റവും വലിയ 100 കമ്പനീസ്, പിന്നെയുള്ള 150 കമ്പനീസ്, പിന്നെ വരുന്ന 250 കമ്പനീസ്, അങ്ങനെ 100, 150, 250 കൂട്ടിയിട്ട് 500ഓളം ഇന്ത്യയിലെ വലിയ കമ്പനീസ് ഉൾപ്പെടുന്ന ഒരു ലിസ്റ്റിനെയാണ് ശരിക്കും നമ്മൾ നിഫ്റ്റി 500 ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് 2 തരത്തിലുള്ള ഫിൽട്ടറിംഗ് മെക്കാനിസം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ശരിയാ ബേസ്ഡ് ആയിട്ടുള്ള ഫണ്ടിലേക്ക് എത്തിച്ചേരുക. പ്രൈമർലി ബിസിനസ് ഫിൽട്ടർ ആണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ബിസിനസ്സുകൾ, അതായത് പലിശ ഓറിയന്റഡ് ആയിട്ടുള്ള ബിസിനസ്, ചൂതാട്ടം, അതുപോലെ കള്ള് കഞ്ചാവ് കച്ചവടങ്ങൾ, അതുപോലെ ആംസ്, അങ്ങനെയുള്ള കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനീസിനെ ഒഴിവാക്കി കളയും. അതിനുശേഷം കിട്ടുന്ന ഒരു ലിസ്റ്റ് ഉണ്ട്. അതിൽ നിന്ന് ഫിനാൻഷ്യൽ ഫിൽട്ടറിംഗ് എന്ന് പറയുന്ന ഒരു ഫിൽട്ടറിംഗ് കൂടി നടക്കും. അതായത് ടോട്ടൽ വരുമാനത്തിന്റെ 25% അതിൽ കൂടുതൽ പലിശയിൽ നിന്ന് വരുന്നത്, അല്ലെങ്കിൽ കിട്ടാക്കടായിട്ടുള്ളത്, ഭാവിയിൽ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ വർക്ക് ചെയ്യുന്ന കമ്പനീസ്, ഈ 2 ഫിൽട്ടറും ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് 500 സ്റ്റോക്കുകൾ എന്നത് ചുരുങ്ങിയിട്ട് 206 സ്റ്റോക്കായിട്ട് മാറുന്നുണ്ട്. അപ്പൊ നമ്മൾ എടുക്കുന്ന ടോട്ടൽ 500 കമ്പനീസിന്റെ ഏകദേശം ഒരു 60% നമ്മൾ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള സ്റ്റോക്കുകൾ മാത്രമാണ് ഈ ശരിയാ ബേസ്ഡ് തഖ്വ എത്തിക്കൽ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് നമ്മൾ അത്രത്തോളം ഒരു 55%-ലധികം എന്തുകൊണ്ടാണ് നമ്മൾ ആ ഇൻവെസ്റ്റ്മെന്റിനെ അത്രത്തോളം പ്രോഫിറ്റിന് ചാൻസ് ഉള്ള കമ്പനീസിനെ ഒഴിവാക്കുന്നതെന്ന് വിചാരിച്ചാൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യത്തിൽ പലിശ അതുപോലുള്ള കാര്യങ്ങൾ കയറി വരരുത് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ആ ഫിൽട്ടറിങ് നമ്മൾ നടത്തുന്നത്. എങ്കിൽ കൂടിയും എന്നിട്ട് കിട്ടുന്ന ഈ 200, 205 സ്റ്റോക്ക്, 206, 210 സ്റ്റോക്കുകളെ തന്നെ ആനുവലി 2 തവണ നമ്മൾ റിവൈസ് ചെയ്യും. അതായത് ഇത് അതുപോലെ തന്നെ തുടരുന്നുണ്ടോ, ഇതിലേക്ക് ഇപ്പൊ പുതിയതായിട്ട് അവർ തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ ശരിയാ ബേസ്ഡ് അല്ലാത്ത രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ടോ, എന്റെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് പലിശ വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്യും. അപ്പൊ നമ്മൾ വിചാരിക്കും ഇന്ത്യത്തെ വലിയ കമ്പനീസ് ഒക്കെ ബാങ്കുകളാണ്, ഫിനാൻസ് സ്ഥാപനങ്ങളാണ്, അപ്പൊ അവരെ ഒഴിവാക്കിയാൽ നമുക്ക് അത്രമാത്രം ഇൻവെസ്റ്റ്മെന്റ് ഏരിയാസ് ഉണ്ടാവുമെന്ന്. പക്ഷെ അത് നമ്മൾ തെറ്റായ ഒരു ധാരണയാണ്. ഓൾമോസ്റ്റ് 19 മേഖലകളിൽ ഈ പിന്നെ ശരിയാ ബേസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പൊ ഒരു സെക്ടറിൽ മാത്രമല്ല, ഫോർ എക്സാമ്പിൾ ഇൻഫർമേഷൻ ടെക്നോളജി, ഹെൽത്ത് കെയർ, കൺസ്യൂമർ ഗുഡ്സ്, അങ്ങനെ പറഞ്ഞിട്ട് ധാരാളം കമ്പനീസിൽ വൈവിധ്യമായിട്ടുള്ള കമ്പനീസിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ 500 ഫിക്സ് ചെയ്യുന്ന ഒരു 200 കമ്പനീസ് എന്ന് പറയുന്നത് ഒരേ മേഖലയിൽപ്പെട്ട കമ്പനീസ് അല്ല. അത് നമ്മളെ റിസ്ക് സ്പ്രെഡ് ആക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഫണ്ടുകൾ തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പം അത് മനസ്സിലാക്കിയിട്ട് എന്താണ് നമ്മുടെ ആവശ്യം എന്ന് മനസ്സിലാക്കിയിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് എത്തിക്കൽ അല്ലെ ശരിയാ ഫണ്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് എത്രത്തോളം കാലം എനിക്കുണ്ട്, എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏവർക്കും പ്രീമിയംസിനെ പോലുള്ള ആളുകളുടെ സഹായത്തോടു കൂടി നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് ഒന്നുകിൽ റിട്ടയർമെന്റിനാണോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏതോ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ മേഖലയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ലാസ്റ്റ് ഒരു 16, 17 വർഷങ്ങളിലൊക്കെ ടാറ്റാന്റെ എത്തിക്കൽ ഫണ്ട് ഏകദേശം ഹിസ്റ്റോറിക്കൽ റിട്ടേൺ പറയാൻ ഒരു 16% ഓൾമോസ്റ്റ് റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. അത് ശരിക്കും നമ്മളെ നിഫ്റ്റി 500 അല്ലെ നിഫ്റ്റി 50 സെൻസെക്സ് 50, അതായത് ഈ പലിശയൊക്കെ ഉൾപ്പെടുന്ന സ്ഥാപനങ്ങൾ കൊടുത്ത റിട്ടേണിന് തത്തുല്യമായിട്ടുള്ള റിട്ടേൺ തന്നെ ശരിയാ ബേസ്ഡ് ആയിട്ടുള്ള പിന്നെ ഇൻവെസ്റ്റ്മെന്റും കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ പലിശ മേഖലകളിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യാതെ തന്നെ അവർക്ക് കിട്ടുന്ന റിട്ടേൺ നമുക്കും കിട്ടുന്നുണ്ട്.
അപ്പം ലോങ് റണ്ണിൽ പറയുകയാണെങ്കിൽ ചില സമയങ്ങളിലൊക്കെ ബാക്കിയുള്ള ഫണ്ടുകൾ കൊടുത്തതിനേക്കാൾ കൂടുതൽ റിട്ടേൺ ശരിയാ ബേസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തോടു കൂടിയും നിങ്ങളുടെ ഈമാൻ എന്താ പറയാ നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് റിട്ടേണിൽ ഒന്നും തന്നെ അയവ് വരുത്തേണ്ടി വരുന്നില്ല. അത് നിങ്ങൾക്ക് ഏത് ഫണ്ടാണോ യോജിക്കുന്നതെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് സഹായിക്കാൻ ഇതുപോലത്തെ സ്ഥാപനങ്ങളും നിങ്ങൾക്കുണ്ട്. അപ്പം താൽക്കാലികമായിട്ട് ഞാനൊരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ചോദ്യോത്തര വേളയിൽ ഉൾപ്പെടുത്താമെന്ന് വിശ്വസിക്കുന്നു. ഓവർ ടു യു റാഷിദ്. ഓക്കെ താങ്ക് യു സോ മച്ച്. അദ്ദേഹം ആ ഒരു ശരിയാ സ്ക്രീനിങ്ങും കാര്യങ്ങളും നമുക്ക് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളടക്കം നമുക്ക് കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റി. ചെറിയൊരു സമയമാണ് സവാദിന് അലോട്ട് ചെയ്തത്. പിന്നെ കുറച്ച് ടെക്നിക്കൽ പ്രോബ്ലം ഒക്കെ ആയിട്ട് സ്ലൈഡ് ഷെയർ ചെയ്യാൻ പറ്റാത്ത വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സോ അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ഈ ശരിയാ സംബന്ധമായിട്ടുള്ള സ്ക്രീനിങ് എങ്ങനെയാണ് വരിക, ഏതൊക്കെ ഫണ്ടുകളിലേക്കാണ്, എങ്ങനെയാണ് നമ്മൾ എത്ര കാലത്തേക്കാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. സോ എനിവേ താങ്ക് യു അഗൈൻ. അതുപോലെ തന്നെ ഇനിയിപ്പോ ഇതുവരെ പറഞ്ഞു വെച്ച കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും ഓഫ് കോഴ്സ്. അപ്പോ നമ്മള് എന്തായാലും ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആർക്കെങ്കിലും മുന്നോട്ട് വന്നിട്ട് ഒരു ഫീഡ്ബാക്ക് പറയാം. ഇങ്ങനെ ഇപ്പോ നടത്തിയിട്ടുള്ള ഈ ഒരു സെഷന്റെ പുറത്ത് ഇപ്പം ആള് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ ഒരു ആകത്തുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫീഡ്ബാക്ക് പോലെ ഒന്ന് ആരെങ്കിലും മുന്നോട്ട് വന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഹെൽപ്ഫുൾ ഫോർ അസ്. നമുക്ക് മുന്നോട്ടുള്ള ഒരു യാത്രക്ക് അതൊരു പ്രചോദനമാകും. എന്തെങ്കിലും മാറ്റങ്ങളോ കാര്യങ്ങളോ വരുത്തേണ്ടതെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മളത് ക്ലിയർ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും. സോ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആർക്കെങ്കിലും 1-2 പേർക്ക് ഒരു ഫീഡ്ബാക്ക് പറയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഹക്കീം സർ, യാസർ ഓക്കെ ആയിരുന്നില്ലേ? സെഷൻ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തോ? സെഷൻ ഓക്കെ ആയിരുന്നു. ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഉഷാറായിരുന്നു. പിന്നെ ഇതിനൊരു വിഷയമുള്ളതെന്താ വെച്ചാല് ഞാൻ മുമ്പ് ട്രീറ്റ്മെന്റ്സിന്റെ വെബിനാറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ താസിസ് എന്നുള്ള ബോഡിയെ നമ്മുടെ കേരളത്തിലെ സുന്നി പണ്ഡിതന്മാരോ പ്രമുഖ മുസ്ലിം പണ്ഡിതന്മാരോ അംഗീകരിക്കുന്നില്ല. അവർക്ക് 5% വരെ പലിശ ആവാം എന്നാ പറയുന്നത്. ഈ 5% വരെ പലിശ ആവാം ഏതെങ്കിലും ഒരു ഫിക്സിന്റെ കിതാബിൽ ഇല്ല. അപ്പൊ ഇസ്ലാമിക നിയമപ്രകാരം അത് പൂർണ്ണമായിട്ടും അവരുടെ മാനദണ്ഡങ്ങൾ ശരിയാവുന്നില്ല. അവർക്ക് ഇത്ര ലോൺ ഉണ്ടെങ്കിൽ ചെറിയ ലോണുകളൊക്കെ അവർ അപ്രൂവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെറിയ രീതിയിൽ പലിശ കൊടുക്കാം, കുറച്ച് പലിശ ഒരു പ്രശ്നമല്ല എന്നുള്ള സംഭവം മത നിയമങ്ങളിൽ ഇല്ല എന്നുള്ളതാണ് ഇതിലത്തെ ഒരു പ്രശ്നം. ഓക്കെ ഒരു കൺസേൺ ആണ് ഈ അഡ്വൈസറി ബോർഡുകൾ പ്രവർത്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറഞ്ഞ രൂപത്തില് നമുക്ക് പെർമിസിബിൾ ആയിട്ടുള്ള ബിസിനസ് സെക്ടേഴ്സും പിന്നെ അതുപോലെ തന്നെ ഈ പുള്ളിക്കാരൻ പറഞ്ഞ പോലുള്ള ആ ഒരു സ്ക്രീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തന്നെ ആയിരിക്കും സ്റ്റോക്ക് സെലക്ഷനും കാര്യങ്ങളും. പിന്നെ പരിപൂർണമായിട്ട് ഡെപ്റ്റ് ഒഴിവാക്കാതെ ഇപ്പൊ നമ്മള് ഞാൻ എന്റെ ഒരു ഒപ്പീനിയൻ പറയുന്നത് മാത്രം. ഇപ്പൊ നമ്മൾ നിലനിൽക്കുന്ന ഇന്നിപ്പം ഏത് ഒരു പെട്ടിക്കട പോലും എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിനൊരു കടം ആരെടുത്തെങ്കിലും വാങ്ങാതെ ഒരു സംരംഭം തുടങ്ങാന്നുള്ളത് അത് ചിലപ്പം ഇൻട്രസ്റ്റ് ബേസ്ഡ് ആകാം, അല്ലാതിരിക്കാം അല്ലെ. ഡെറ്റ് എന്ന് പറയുന്നത് പല രീതിയിലുണ്ട്. അത് ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോഴാണ് നമുക്ക് എന്തായിരുന്നത് അതൊരു പ്രശ്നമായിട്ട് മാറുന്നത്. സോ അതിലേക്ക് എന്തെങ്കിലും മുഹമ്മദ് റാഷിദ്, താങ്ക് യു. മുഹമ്മദ് സാർ ഇപ്പം പറഞ്ഞ കൺസേൺ ജെന്യൂൻ ആയിട്ടുള്ള കൺസേൺ ആണ്. അത് ധാരാളം ആളുകൾ ഉന്നയിക്കുന്നതും കാണാം. പക്ഷെ അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റാന്നറിയാമോ? നമുക്ക് എല്ലാ മാസങ്ങളിലും ഏത് മ്യൂച്വൽ ഫണ്ടിലാണോ എത്തിക്കൽ ഫണ്ടാണോ സാർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ ഫണ്ടിന്റെ പോർട്ട്ഫോളിയോ എടുത്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പം അതിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ UTIന്റെ ഫണ്ട് ഞാൻ പർട്ടിക്കുലർ ആയിട്ട് ഒരു ഫണ്ടിനെ പിച്ച് ചെയ്യാൻ പാടില്ല എന്ന് ആദ്യമേ ഡ്രീമിയൻസ് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതൊരു ഇൻവെസ്റ്റർ അവയർനെസ് സെഷൻ ആണ്, അല്ലാതെ ഞാനൊരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിനെ പുഷ് ചെയ്യാൻ വേണ്ടി വരുന്നതല്ല. ആളുകൾക്കൊരു ഇത് കൊടുക്കുക, അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാനൊരു ഉദാഹരണത്തിന് വേണ്ടി എന്റെ ഫണ്ട് എടുക്കുകയാണെങ്കിൽ ഇത് തുടങ്ങിയ സമയത്ത് ഒരു 0.05% ഫിനാൻഷ്യൽ സർവീസസ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒബ്വിയസ്ലി ഇപ്പൊ മുഹമ്മദ് സാറിനെ പോലെ കുറച്ചും കൂടി അവെയർ ആയിട്ടുള്ള ആളുകൾക്ക് അതിലൊരു സംശയങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഫിനാൻഷ്യൽ സർവീസ് ഇല്ല, അല്ലെ പലിശ ചേർക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഫിനാൻഷ്യൽ സർവീസ് പോർട്ട്ഫോളിയോ തന്നെ ഉൾപ്പെടുത്തിയെന്നാണ്. അപ്പൊ ഈ ഒരു ഇഷ്യൂ കൊണ്ട് ഞാൻ എന്റെ ഫണ്ട് മാനേജറിന്റെ അടുത്ത് പോയ സമയത്ത് അത്
ഇക്ര എന്ന് പറയുന്ന ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിന്റെ സ്റ്റോക്കാണ്. പക്ഷെ അതും ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരിക. അപ്പൊ നമ്മൾ സിബിൽ സ്കോർ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതുപോലെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ക്രെഡിറ്റ് റേറ്റിംഗ് നിശ്ചയിക്കുന്ന കമ്പനിയാണ്. അപ്പം അവരിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫിനാൻഷ്യൽ സർവീസിന് കൺസിഡർ ചെയ്തിരിക്കാം. അപ്പം അതുകൊണ്ട് ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറയുന്ന എല്ലാ സ്ഥാപനങ്ങളും നമ്മൾ പലിശ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികളാന്ന് പറയാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, നാളെ മിസ്റ്റർ റിൻഷാദ് സാർ റിൻഷാദ് ആൻഡ് കമ്പനി എന്ന് പറഞ്ഞിട്ട് CA ചാർട്ടേഡ് അക്കൗണ്ടൻസിന്റെ ഒരു കമ്പനി തുടങ്ങി. അപ്പൊ ഫിനാൻഷ്യൽ സർവീസ് ആണ് അവര് നിവർത്തിച്ചു കൊടുക്കുന്നത് എന്നതുകൊണ്ട് അവര് പലിശ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനീസ് ആണെന്ന് പറയാൻ പറ്റില്ല. മുഹമ്മദ് സാർ പറഞ്ഞതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് വ്യക്തിപരമായിട്ട് സ്ക്രീനിങ് ചെയ്യാവുന്നതാണ്. നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഇത്തരത്തിലുള്ള 5-10% വരുന്ന കമ്പനീസ്. അപ്പൊ അത്രത്തോളം എക്സ്പെർട്ട് ഉണ്ടോന്ന് വെച്ചാൽ അറിയില്ല. പക്ഷെ ഒരു പരിധി വരെ പ്രതിവിധി കണ്ടെത്താൻ നമ്മൾ ആ പോർട്ട്ഫോളിയോ ചെക്ക് ചെയ്യുന്നത് വഴി നമ്മളെ അത് എന്താ പറയാ സഹായിക്കുന്നതാണ് ആഡ് ചെയ്യാനുള്ളത്. താങ്ക് യു. അങ്ങനെയുള്ള സർവീസ് ചെയ്തു തരാൻ പറ്റുമോ? അപ്പൊ നമ്മളങ്ങനെ ജോയിൻ ചെയ്യാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേയ്മെന്റ് തന്നിട്ട് ഇങ്ങനെ ഈ ഒരു ഫിൽട്രേഷൻ ചെയ്തു തരാൻ പറ്റുമോ? അത് തീർച്ചയായിട്ടും ചെയ്തു തരാൻ റിൻഷാദ് സാർ ആൻഡ് കമ്പനി നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നാണ് എന്റെ വിശ്വാസം. Hello everyone, good evening, namaskaram, assalamu alaikum. First of all, Sawad, it was very wonderful session. സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ ലളിതമായിട്ട് മ്യൂച്വൽ ഫണ്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളൂ, അതുപോലെ തന്നെ ശരിയ റിലേറ്റഡ് ആയിട്ട് വരുന്ന സമയത്ത് അതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് സിമ്പിൾ ആയിട്ട് പറയാൻ സാധിച്ചിട്ടുണ്ട്. എന്റെ വോയിസ് ഫസ്റ്റ് ഓഫ് ഓൾ അപ്രീഷിയേറ്റ് മുഹമ്മദ് ഷഫീഖ്, കാരണം അദ്ദേഹത്തിന് ജെന്യൂൻ ആയിട്ടുള്ള കൺസേൺ ആണ്. കാരണം അദ്ദേഹം ഉണ്ടാക്കുന്ന ഒരു രൂപ പോലും എന്താ പറയാ കറക്റ്റ് ആയിട്ട് റൈറ്റ് വേ ആകണമെന്ന രീതിയിൽ അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മുടെ മെയിൻ ഇന്റൻഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഇന്ത്യയില് 5700 സ്റ്റോക്കുകളുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ മെയിൻ ഇന്റൻഷൻ എന്ന് പറയുന്നത് തന്നെ മാക്സിമം ഈ തെക്കുവ റിലേറ്റഡ് ആയിട്ട് ശരിയ കംപ്ലൈന്റ് ആയിട്ട് ഏതെല്ലാം സ്റ്റോക്കുകളാണ് വരുന്നത് അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്. ഇപ്പം ടാറ്റ എത്തിക്കൽ ഫണ്ട് 1996 വന്നൊരു സ്കീമാണ്. അപ്പം അതിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുള്ള 50ഓളം കമ്പനികൾ, 60ഓളം കമ്പനികൾ, 50 to 60 റേഞ്ചിലുള്ള കമ്പനികൾ വരുന്നത്. അതെല്ലാം നമുക്ക് വിസിബിൾ ആണ്. ഈ പറയുന്ന 50-60ഓളം കമ്പനികളെല്ലാം ഇപ്പോഴത്തെ ഈ ടാക്സിസ് എന്ന ബോർഡിൽ പറയുന്ന ഇവരെല്ലാം കറക്റ്റ്ലി മോണിറ്റർ ചെയ്തിട്ടാണ് ഇത് ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതും ഇത് എടുക്കുന്നതെല്ലാം. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാല് ഇത് ഇത്രയും പഴക്കമുള്ള 10-30 വർഷത്തോളമായി ഈ ഒരു ഫണ്ട് നിലവിൽ ഇന്ത്യയിലുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നോക്കാനുള്ളത് എന്താ വെച്ചാൽ UAE നിന്നായിട്ടും സൗദി നിന്നായിട്ടൊക്കെ വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ത് വന്നിട്ടുണ്ട്, ഇത്തരം ഫണ്ടുകളിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ടാറ്റ എത്തിക്കൽ ഫണ്ടിലൊക്കെ എന്റെ അറിവില് അബുദാബി നിന്നൊക്കെ ആയിട്ടുള്ള ഒരുപാട് വലിയ എമൗണ്ടുകളാണ് ഇതിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പം പ്രൈമറി ഇന്റൻഷൻ എന്ന് പറയുന്നത് മാക്സിമം ഇത്തരം കാര്യങ്ങൾ, ഇപ്പം നേരത്തെ സവാദ് പറഞ്ഞ പോലെ ബിസിനസ് ആക്ടിവിറ്റീസ്, ഹറാം അല്ലാത്ത എത്രയും ബെസ്റ്റ് ആയിട്ട് വരുന്ന ബിസിനസ് ആക്ടിവിറ്റീസ് വരുന്ന ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഫിനാൻഷ്യൽ ഫിൽറ്ററിങ്, ഇങ്ങനെ ഒരുപാട് ഫിൽറ്ററിങ് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് പോകുന്നത്. അഫ്കോഴ്സ് നിങ്ങൾ പറഞ്ഞ ആ ഒരു കൺസേൺ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ പ്ലാൻ ഉണ്ട്, വലിയ ആഗ്രഹമുണ്ട്. കേരളത്തിൽ നിന്നുള്ള ഇതുപോലുള്ള പണ്ഡിതന്മാരെ വെച്ചിട്ട്, എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള പണ്ഡിതന്മാരെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ബോഡി ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ഫിൽറ്ററിംഗ് കൂടി നടക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആണ്. കാരണം ഇന്ന് എന്ത് ചെയ്യും, ആളുകൾക്ക് ഒന്നും കൂടി സാറ്റിസ്ഫൈഡ് ആകും. അവരെ തൊട്ടടുത്തുള്ള ഒരു നേതാവ് പറയുന്ന സമയത്ത് ഓക്കെ ഇത് വെരിഫൈ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് സാറ്റിസ്ഫൈഡ് ആവും. എന്തായാലും നമുക്ക് നോക്കാം, അങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കിയിട്ട് മാക്സിമം പ്രൊമോട്ട് ചെയ്യുന്ന സിസ്റ്റം നമുക്ക് നോക്കാം. ഓക്കെ. അതില് ഇപ്പോ എടുത്തു പറയേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ ട്രാൻസ്പെറന്റ് ആണ്. ഇപ്പോ സവാദ് പറഞ്ഞതായാലും റിൻഷാദ് പറഞ്ഞതായാലും മ്യൂച്വൽ ഫണ്ട്സ് ഒന്നും ഒളിപ്പിച്ചു വെക്കണില്ല എന്നുള്ളതാണ്. കംപ്ലീറ്റ് ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഇപ്പൊ ഈ ടാറ്റ എത്തിക്കൽ ഫണ്ട് ആയിക്കോട്ടെ, യുടിന്റെ ശരിയാ ഇൻഡെക്സ് ഫണ്ട് ആയിക്കോട്ടെ, നമുക്ക് ഓൺലൈനിൽ ആർക്ക് പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ ഫാക്ട് ഷീറ്റ് എന്ന് പറഞ്ഞ സംഭവം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പൊ മൈന്യൂട്ട് പെർസെന്റേജ് നമ്മളൊരു 100 രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ 1 രൂപ അല്ലെങ്കിൽ 1.5 രൂപ എവിടേക്കാണ് പോകുന്നുണ്ട് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാക്ക് ചെയ്യാൻ പറ്റും. ട്രാൻസ്പെറന്റ് ആണ്. ട്രാൻസ്പെറൻസി മ്യൂച്വൽ ഫണ്ട് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. നമ്മള് ഇപ്പം പല ആൾക്കാർ പല ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളെ മലബാർ ഏരിയയിൽ പ്രത്യേകിച്ച് ഒരുപാട് സ്കാം നടക്കുന്ന സംഭവമാണ്. എത്ര ആയിരക്കണക്കിന് കോടിയോളമാണ് നമുക്ക് സ്കാമിന്റെ പേരിൽ ഒരുപാട്. കാരണം പുതിയ ആൾക്കാർ വരികയാണ്, ഇന്ന ബിസിനസ് എന്ന് പറഞ്ഞിട്ട് അടുത്ത മാസം ഇത്ര രൂപ, 1 ലക്ഷം തന്നു കഴിഞ്ഞാൽ 5000 രൂപ അടുത്ത മാസം, അല്ലെങ്കിൽ 10,000 രൂപ അടുത്ത മാസം എന്ന് പറയുമ്പോൾ നമ്മൾ ചാടി വീഴാണ്. അവിടെ നമ്മൾ ശരിയാ ഇല്ല, ഒന്നുമില്ല, അവിടെ ഒരു ഫിൽറ്ററിങ്ങും ഇല്ല, ഒരു ക്രൈറ്റീരിയ നമ്മൾ വെക്കുന്നില്ല. നമുക്ക് നമ്മുടെ മുമ്പിൽ എന്താണ്, അതൊരു ഇൻകം അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു വരുമാനം എന്നുള്ള രീതിയിൽ ഒരുപാട് നല്ല രീതിയിൽ പറ്റിക്കപ്പെടുന്നുണ്ട്. സോ ഞാൻ അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറയല്ല.
അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. നമുക്ക് അറിയാത്ത ബിസിനസ്സുകളിൽ പോലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര്. അപ്പോൾ ഇങ്ങനെ നമുക്ക് അറിയുന്ന അല്ലെങ്കിൽ ഇത്രയും ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് വിരളാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അത് വലിയൊരു ക്വാളിറ്റിയാണ്. അതെ. പിന്നെ ഇതിലിപ്പോ ഇതിലിപ്പോ ആദ്യം 66 പേര് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അവർക്കുള്ള ബെസ്റ്റ് ടേക്ക് അവേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സഭ നേരത്തെ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എത്തിക്കൽ മ്യൂച്വൽ ഫണ്ട്സിലെ ഒരു മ്യൂച്വൽ ഫണ്ട് UTA നിഫ്റ്റി 500 ശരിയ ഇൻഡെക്സ് ഫണ്ട്. അപ്പൊ നമ്മളൊരു അനാലിസിസിൽ ഇതൊന്നും ഫണ്ട് റെക്കമെൻഡേഷൻ ആയി എടുക്കരുത്. അഫ്കോഴ്സ് നേരത്തെ സവാദ് പറഞ്ഞിട്ടുണ്ട് ഓരോ വ്യക്തികൾക്കും റിസ്ക്കും ഗോളും വ്യത്യാസമുണ്ട്. പക്ഷെ ഫണ്ട് റെക്കമെൻഡേഷൻ ആയിട്ട് എടുക്കരുത്. പക്ഷെ ഇപ്പൊ നിലവിലുള്ള മ്യൂച്വൽ ഫണ്ട് എത്തിക്കൽ മ്യൂച്വൽ ഫണ്ടിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വരുന്ന ഒരു മ്യൂച്വൽ ഫണ്ടാണ് നിഫ്റ്റി 500 ഇൻഡെക്സ് UTA ഇൻഡെക്സ് ഫണ്ട്. എന്തുകൊണ്ട് ബെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പോർട്ട്ഫോളിയോ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അത് ഫോളോ ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് ഇപ്പൊ 2009 NSE ഫോം ചെയ്ത ഒരു ബെഞ്ച് മാർക്ക് ഉണ്ട്. അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തു പോകുന്ന ഒരു ഫണ്ടാണ്. അപ്പൊ അതിന് മോണിറ്റർ ചെയ്യുന്ന ഒന്ന് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതിന് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇവരത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തു പോകുന്ന ഒരു മെത്തേഡാണ്. അതായത് അതില് പറയപ്പെടുന്ന കമ്പനികളെല്ലാം അത്രയും വലിയൊരു NSE ഓവർ മെക്കാനിസം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവരെ നല്ല രീതിയിലുള്ള ഫണ്ട് മാനേജറും ഓവർ മെക്കാനിസം ചെയ്യുന്നുണ്ട്. അപ്പൊ അത്രയും നല്ല രീതിയിലുള്ള കമ്പനിയാണ്. പിന്നെ അത് മാത്രമല്ല അതിൽ ഡെയിലി SIP പോസിബിൾ ആണ്. നമുക്ക് 100 രൂപ വെച്ചിട്ട് ഡെയിലി 100 രൂപ വെച്ചിട്ട് നമുക്ക് SIP സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഞാൻ പേഴ്സണലി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട് ഡെയിലി SIP. അതിന്റെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ബെസ്റ്റ് പാർട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എന്തുണ്ടാവും, സേവിങ്സ് ഉണ്ടാവും. ഇപ്പൊ ഞാൻ കഴിഞ്ഞ 5 മാസമായിട്ട് ഡെയിലി 1000 രൂപ വെച്ച് SIP ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ഇപ്പൊ ഇന്നത്തെ വാല്യുവേഷൻ 76,000 ആണ് ഇന്നത്തെ വാല്യൂ. നമുക്ക് ശനി ഞായറും കട്ടായി പോകില്ല, ബാക്കിയുള്ള വർക്കിന്റെ എമൗണ്ട് കട്ടായി പോകും. അപ്പൊ ഇന്നത്തെ വാല്യൂ 76,000 ആണ്. അതിന്റെ കോസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ എന്ന് പറയുന്നത് 79,000 റേഞ്ചിൽ, ഏകദേശം 2,500 3,000 റുപ്പീസ് പ്രോഫിറ്റ് ഉണ്ട്. നമ്മൾ ഈ പ്രോഫിറ്റിന് അപ്പുറത്ത് കിട്ടുന്ന വലിയൊരു കാര്യം, എനിക്ക് ഇന്നിപ്പോ ഞാൻ എക്സിറ്റ് ചെയ്ത നെക്സ്റ്റ് വിത്തിൻ 3 days ആ എമൗണ്ട് എന്റെ കയ്യിലെത്തും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഡെയിലി SIP നമുക്ക് പോസിബിൾ ആണ്. അത് നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ട് നിങ്ങൾ ടേക്കപ്പ് ചെയ്യുക. ഡെയിലി 100 രൂപ സേവ് ചെയ്യാൻ പറ്റുകയാണ് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു റിട്ടേൺ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സാർ എന്തൊക്കെ ആഡ് ചെയ്യാനുണ്ടോ ഡെയിലി SIP-ലേക്ക്? കേൾക്കുന്നുണ്ട്. ഞാൻ അതിൽ ആഡ് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം സാർ പറഞ്ഞതുപോലെ നമ്മുടെ SIP എന്ന് പറയുന്ന ഇൻവെസ്റ്റ്മെന്റിന്റെ പ്രഥമ ദൃഷ്ടിയായുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ സേവിങ്സ് വളർത്തുക എന്നതിലുപരിയിട്ട് നമുക്കൊരു ഡിസിപ്ലിൻ കൊണ്ടുവരിക എന്ന് പറയുന്നതാണ്. ഇപ്പൊ 1 ലക്ഷം രൂപ കിട്ടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 1,05,000 രൂപ നമുക്ക് ചെലവ് വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് സത്യം പറഞ്ഞാൽ നമുക്കൊരു ഡിസിപ്ലിൻ ഇല്ലാത്തതിന്റെ പ്രശ്നമാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു 6 years മുമ്പ് എനിക്ക് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഞാന് കുറച്ച് ജോബ് ചെയ്ത് ഞാനൊരു എമൗണ്ട് കണ്ടെത്തുന്നുണ്ട്. അന്നുള്ള അതേ ടേക്ക് അവേ തന്നെയാണ്, അല്ലെങ്കിൽ അന്നുള്ള അതേ ഇൻകം അല്ല ഇന്ന് എനിക്ക് വരുന്നത്. രണ്ടിൽ നിന്നും ഞാൻ ഒന്നും സേവ് ചെയ്ത് വെക്കുന്നില്ലെങ്കിൽ എനിക്കൊരു ഡിസിപ്ലിൻ ഉണ്ടാക്കാൻ സഹായിക്കില്ല. ഈ 100 രൂപ റിൻഷാദ് സാർ പറഞ്ഞപ്പോ വലിയൊരു എമൗണ്ട് ആയിട്ടില്ല. ആ ഒരു സ്റ്റാർട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരാൻ സാധിക്കും. ഒരു 30,000 രൂപ ഒരു മാസം എന്റെ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് അല്ലെങ്കിൽ എന്റെ സേവിങ്സ് നിന്ന് പോയി കഴിഞ്ഞാലും എനിക്ക് ജീവിക്കാൻ പറ്റും. അത് ഞാൻ ആവശ്യമില്ലാതെ ചെയ്യുന്ന കുറെ ചെലവുകൾ എനിക്ക് ഇല്ലാതാക്കാൻ ഈ 100 രൂപ ഇൻവെസ്റ്റ്മെന്റ് സഹായിക്കും. ആ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരാൻ ഡെയിലി SIP 100 അതൊന്നും ഇല്ലാത്തതിനേക്കാളും ബെറ്റർ ആണ് 100 എന്നുള്ള രീതിയിൽ ആ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരാൻ ശരിക്കും ഡെയിലി SIP എന്ന് പറയുന്നത് നല്ലൊരു ഓപ്ഷൻ ആണ്. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഓക്കെ, അതിനു മുമ്പായിട്ട് നമുക്ക് ഈ രീതിയിൽ എത്തിക്കലായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചാറ്റ് ബോക്സിൽ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. എന്തായാലും നമ്മൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗോൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ രൂപത്തിൽ തന്നെ നമ്മൾ റിട്ടയർമെന്റോ അല്ലെങ്കിൽ മക്കളുടെ എഡ്യൂക്കേഷന് കാര്യങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ ശരിയായ ഇൻവെസ്റ്റ്മെന്റ് വെച്ചിട്ട് ശരിയായ ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിലൂടെ അതൊക്കെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല രീതിക്ക് പ്ലാൻ ചെയ്തു തരാൻ സഹായിക്കാൻ പറ്റും. സോ അത് പരമാവധി യൂട്ടിലൈസ് ചെയ്യാം. ജസ്റ്റ് ഓർമ്മിപ്പിച്ചെന്ന് മാത്രം. സോ അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഇതിന്റെ ടാക്സ് ഇംപ്ലിക്കേഷൻസ് ഒന്ന് പറയാൻ പറ്റുമോ? ഇപ്പോ എന്താണ് പുറത്തുനിന്ന് ഗൾഫിലുള്ള ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിലും പിന്നെ നാട്ടിലുള്ള ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? എത്രയാണ്, എങ്ങനെയാണ് ടാക്സ് വരിക? റിട്ടേണിലാണോ അല്ലെങ്കിൽ ക്യാപിറ്റലിലാണോ? മൊത്തത്തിലൊരു റഫ് ആയിട്ടുള്ള റേറ്റ് തരാൻ പറ്റുമോ? ഓക്കെ, ഗ്രേറ്റ് ക്വസ്റ്റ്യൻ. റിൻഷാദ് ഒന്ന് ടേക്ക് ഓവർ. ഓക്കെ,
ഇപ്പം നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്ന ഈ എത്തിക്കൽ സ്കീംസ് എല്ലാം വരുന്ന കാറ്റഗറി എന്ന് പറയുന്നത് ഇക്വിറ്റി കാറ്റഗറിയിലാണ് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ നോർമൽ ഇക്വിറ്റി കാറ്റഗറിന്റെ ടാക്സേഷൻ എന്താണോ അത് തന്നെയാണ് ഈ പറയുന്ന ടാറ്റ എത്തിക്കൽ ഫണ്ട് ആയാലും യൂട്ടിയുടെ ആയാലും ടോറസിന്റെ ആയാലും ക്വാണ്ടം എത്തിക്കൽ ഫണ്ടിന്റെ ഒക്കെ സ്കീമിന് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, നോർമൽ ടാക്സേഷൻ, നോർമൽ ഇക്വിറ്റി ടാക്സേഷൻ ഫസ്റ്റ് പോയിന്റ് നമ്പർ 1. പിന്നെ വരുന്നത് നമുക്ക് 2 തരം ടാക്സ്, അത് ഞാൻ പറഞ്ഞല്ലോ കോമൺ ആയിട്ട് വരുന്ന കാര്യം. അതിപ്പോ ഇത് ഈ ഒരു സ്കീമിന് പെർട്ടിക്കുലർ ആയിട്ട് വരുന്നതല്ല, കോമൺ ആയിട്ട് വരുന്നതാണ്. ഇക്വിറ്റി സ്കീമിന് കോമൺ ആയിട്ട് വരുന്നത് 2 തരം ടാക്സേഷൻ ഉണ്ട്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും ഉണ്ട്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും ഉണ്ട്. ഒരു വ്യക്തി ഒരു പെർട്ടിക്കുലർ യൂണിറ്റ് നമ്മൾ 12 മാസം അതിൽ താഴെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അതിന് ഷോർട്ട് ടേം എന്ന് പറയുന്നത്. നമ്മൾ അതിന്റെ ടാക്സ് റേറ്റ് വരുന്നത് സ്ലാബ് റേറ്റ് എന്ന് പറയും. അപ്പൊ കൺഫ്യൂഷൻ ആവുന്ന അറിയില്ല. സ്ലാബ് റേറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഓരോ വ്യക്തികൾക്കും അവരെ ഇൻകം അനുസരിച്ചിട്ട് ടാക്സ് വരുന്നുണ്ടായിരിക്കാം. ഇപ്പൊ അതായത് 5 ലക്ഷം തൊട്ട് 10 ലക്ഷം വരെ 5%, 10 ലക്ഷം, ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് കേട്ടോ. 10 ലക്ഷം തൊട്ട് 15 ലക്ഷം വരെ ഇൻകം വരുന്നവർക്ക് 10% ടാക്സ് റേറ്റ്, അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ റേറ്റ് ആയിരിക്കും വരിക ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ. ഇനി വരുന്നത് നെക്സ്റ്റ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ. അപ്പൊ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ 12 മാസത്തിൽ കൂടുതൽ ഹോൾഡ് ചെയ്തിട്ട് സെയിൽ ചെയ്യുമ്പോഴാണ് അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം August 12, ഓക്കെ, August 12, 2026 ഞാൻ സെയിൽ ചെയ്യുന്നത് 13th August 2027 12 മാസം കൂടുതലാണല്ലോ അല്ലെ, ആ സമയത്ത് ഇതിന് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയും. ഇപ്പോഴത്തെ ടാക്സ് റേറ്റ് അനുസരിച്ച് 12.5% ആണ് അതിന്റെ ടാക്സ് റേറ്റ് വരുന്നത്. അവിടെ ശ്രദ്ധിക്കാനുള്ളത് വെദർ ഇറ്റ് ഈസ് എ നോൺ റെസിഡന്റ് ഓർ റെസിഡന്റ്. അത് 1,25,000 നമുക്ക് ടാക്സ് എക്സംഷൻ ഉണ്ട്. അതായത് നമുക്ക് ഉണ്ടാകുന്ന പ്രോഫിറ്റിന്, ഫോർ എക്സാമ്പിൾ ഞാൻ 10 lakhന്റെ ഒരു ടാറ്റ ഒരു ശരിയാ ഫണ്ട് പർച്ചേസ് ചെയ്തു. ഓക്കെ, ഞാൻ സെയിൽ ചെയ്യുന്നത് 13 lakhനാണ്. 3 ലക്ഷം രൂപ പ്രോഫിറ്റ് ആണ് അല്ലെ. ഈ 3 ലക്ഷം പ്രോഫിറ്റിൽ നിന്ന് ഒരു 1,25,000 മൈനസ് ചെയ്തിട്ട് ബാക്കിയുള്ളതിനാണ് നമുക്ക് എന്ത് 12.5% ടാക്സ് റേറ്റ് വരുന്നത്. എപ്പോഴും ശ്രദ്ധിക്കാം, പ്രോഫിറ്റിന്റെ പുറത്താണ് ടാക്സ് റേറ്റ് വരുന്നത്. ഓക്കെ, അത് റെസിഡന്റ് ആയാലും നോൺ റെസിഡന്റ് ആയാലും പഴയ റൂള് തന്നെയാണ്. പിന്നെ ഈ മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഇത് നോർമലി ആളുകൾ പറയുന്നത് ടാക്സ് ഡിഫറൽ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ള ഒരു മേഖലയാണ് ശരിക്കും മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. നിങ്ങളൊരു 20 വർഷമോ അല്ലെ 15 വർഷമോ നിങ്ങളൊരു എമൗണ്ട് ഇട്ടു, അല്ലെ SIP ആയിട്ടോ 1 ടൈം ആയിട്ടോ നിങ്ങൾ ഇട്ടു, ആ ഒരു 10 വർഷം നിങ്ങൾ അത് തൊടുന്നില്ല എന്ന് വിചാരിക്കുക, ആ ഇൻവെസ്റ്റ്മെന്റ് അതുപോലെ തന്നെ നിലനിർത്തുകയാണെന്നുണ്ടെങ്കിലേ അത്രത്തോളം എത്ര കാലം നമ്മൾ അത് തൊടാതെ വെക്കുന്നു അത്രത്തോളം കാലം അതിനെ പറ്റി ഒരു ടാക്സും കൊടുക്കേണ്ടി വരുന്നില്ല എന്ന് പറയുന്ന അഡ്വാൻറ്റേജ് മ്യൂച്വൽ ഫണ്ടിനുണ്ട്. അപ്പം ടാക്സ് ഡിഫറൽ എന്ന് പറയുന്ന ഒരു ആളുകൾ അധികം കൺസിഡർ ചെയ്യപ്പെടാത്ത ഒരു പോയിന്റ് ആണ്. മാത്രമല്ല ഇപ്പം റിച്ചാർഡ് സാർ ഓൾറെഡി ആഡ് ചെയ്ത പോലെ നമ്മൾ ലാഭത്തിന്റെ പുറത്ത് മാത്രമേ എന്താണെന്നുള്ളൂ ടാക്സ് കൊടുക്കേണ്ടി വരുന്നുള്ളൂ. നിങ്ങൾ ഹാർഡ് ഏൺ ആയിട്ടുള്ള നിങ്ങൾ ഇട്ടിരിക്കുന്ന പൈസന്റെ പുറത്ത് നിങ്ങൾ ടാക്സ് കൊടുക്കുന്നില്ല, നിങ്ങൾ അതിൽ നിന്ന് ഉണ്ടാക്കുന്ന ലാഭത്തിനാണ് ടാക്സ് കൊടുക്കേണ്ടി വരുന്നത്. അത് എത്രത്തോളം കാലം നമ്മൾ അത് എടുക്കാതെ വെക്കുന്നു അത്രത്തോളം കാലം 1 രൂപയും നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതില്ല എന്നുള്ളത് കൂടെ ഉണ്ട്. പിന്നെ റാഷിദ് സാർ, ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞാൻ ചാറ്റിൽ ഒരു മെസ്സേജ് ക്വസ്റ്റ്യൻസ് വായിച്ചിരുന്നു. നിഫ്റ്റി 500-ന് AUM കുറവാണ്. ഓക്കെ, താങ്ക്സ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടി, നമ്മൾ ടാക്സ് റിട്ടേൺ ഫയലിന്റെ കാര്യം എന്തെങ്കിലും ചെയ്യാനുണ്ട്. ഇപ്പൊ ഞാൻ നോൺ റെസിഡന്റ് ആണ്, ഞാൻ ഗൾഫിലാണുള്ളത്. അപ്പം നമ്മൾ ഈ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് ബെനിഫിറ്റ് ഉണ്ടോ, നമുക്ക് ടാക്സ് പിടിച്ചത് തിരിച്ചു കിട്ടാനുള്ള, അതിനെ കുറിച്ചൊരു റഫായിട്ട് പറഞ്ഞുതരും. അതെ, വേറെ ടോപ്പിക് തന്നെയാണ്. നമുക്ക് ഒന്ന് ബ്രീഫ് ആയിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോവാം. ഇല്ല, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മള് ഈയിടെ വലിയ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഈ പാൻ അപ്ഡേഷൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്, NRI സ്റ്റാറ്റസിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് അവിടെ കോട്ട് ചെയ്യും നോൺ റെസിഡന്റ് ആണെന്നുള്ളത്. അപ്പൊ നമ്മൾ സ്റ്റാറ്റസ് NRI ആകും. അപ്പം ഒരു വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ NRI സ്റ്റാറ്റസിൽ നമുക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് NRI സ്റ്റാറ്റസ് അപ്ഡേറ്റ് ആക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ NRI സോഴ്സിലുള്ള ഇൻകത്തിനൊന്നും ടാക്സ് വരില്ല. മറ്റേ ഒരുപാട് പേര് കണ്ടിന്യൂ മിസ്റ്റേക്സ് ആണ്, റെസിഡന്റ് ആയിട്ട് അവർ കീപ്പ് ചെയ്യും. അപ്പം പിന്നീട് എന്തെങ്കിലും ഇഷ്യൂ വരുന്ന സമയത്ത് ഗ്ലോബൽ ഇൻകം ടാക്സ് ചെയ്യുന്ന സിറ്റുവേഷൻ വരും. പിന്നെ നേരത്തെ അതേ ചോദിച്ചു, ടാക്സ് പിടിച്ചത് TDS കട്ട് ചെയ്ത് റിട്ടേൺ എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓഫ്കോഴ്സ് 100% പോസിബിൾ ആണ്. ഈ ഞാൻ നേരത്തെ പറഞ്ഞ ലിമിറ്റിനുള്ളിലാണെങ്കിൽ
നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് 1,25,000 വരെ ടാക്സ് കൊടുക്കണ്ട എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ലിമിറ്റിന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് എത്രയാണോ TDS കട്ട് ചെയ്തിട്ടുള്ളത് ആ കംപ്ലീറ്റ് എമൗണ്ട് എന്ത് ചെയ്യാൻ പറ്റും, റീഫണ്ട് വാങ്ങാൻ പറ്റും. ഇത് ഒരുപാട് പ്രവാസികൾക്ക് പറ്റുന്ന ഒരു മിസ്റ്റേക്സ് ആണ്. ടാക്സ് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ഇനി ഞാൻ ഒന്നും ചെയ്യണ്ടല്ലോ എന്ന് വിചാരിക്കും. അങ്ങനെ ഒരിക്കലില്ല. ടാക്സ് അത് അഡ്വാൻസ് ആയിട്ട് ഗവൺമെന്റ് കട്ട് ചെയ്യുന്നതാണ്. നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് റിട്ടേൺ ഫയൽ ചെയ്തിട്ട് ഒന്നുകിൽ റീഫണ്ട് വാങ്ങാം, അല്ലെങ്കിൽ ആ ടാക്സ് എന്ത് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാൻഡേറ്ററി ചെയ്യേണ്ട ഒരു കാര്യമാണ്. രണ്ട് ക്വസ്റ്റ്യൻസിന് പ്ലീസ് പ്രൊസീഡ്. യെസ്, ചോദ്യം ചോദിച്ചോട്ടെ, അതിനുശേഷം നമ്മള് പിന്നെ ഇപ്പൊ 2 ലക്ഷം ഒരാള് പിന്നെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞ 1-2 വർഷത്തിന്റെ ഇടയില്. അപ്പൊ നമ്മുടെ ക്യാഷ് അവിടെ ലിക്വിഡ് ക്യാഷ് ആയിട്ട് അവിടെ ഒരു സേഫ് സോൺ ഉണ്ടല്ലോ, അതിന് സ്വാഭാവികമായിട്ട് നമ്മൾ ഇയർലി സക്കാത്ത് കൊടുക്കേണ്ടിയുണ്ടല്ലോ. ഓക്കെ. അപ്പം നമ്മളെ ഇൻവെസ്റ്റ്മെന്റിന്റെ പുറത്ത് സക്കാത്ത് ഉണ്ടോ എന്നാണ് ചുരുക്കത്തില് ചോദ്യം. അതെന്നാട്ടെ സക്കാത്തിന്റെ ഇത് ശരിക്കും നമ്മുടെ ഇന്ത്യ ആയതുകൊണ്ട് തന്നെ ശരിക്കും അതിന് നോർമലി നമ്മൾ സക്കാത്ത് കൊടുക്കുന്ന രീതിയിൽ തന്നെ കൊടുക്കണം എന്നാണ് എന്റെ അറിവ്. അതില് പിന്നെ ഞാനൊരു ഫത്വ ഉള്ള രീതിയിൽ പുറപ്പെടുവിക്കുന്നില്ല. എന്റെ അറിവ് അങ്ങനെയാണ്. പറയാനുള്ള ഒരു വിവരമില്ലായ്മന്റെ നമ്മളൊരു ക്യാഷ് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ സേഫ് ആയിട്ട്. തീർച്ചയായിട്ടും അതിൽ കൊടുക്കണം സാർ. റിട്ടേൺ എടുക്കും, ഏത് സമയവും നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാഷ് ആണല്ലോ. സ്വാഭാവികമായിട്ട് നമ്മൾ കൊടുക്കണമല്ലോ. അതിൽ കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. തീർച്ചയായിട്ടും കൊടുക്കണം. എത്ര പെർസെന്റേജ് കൊടുക്കുക എന്നുള്ള കാര്യത്തിൽ 2.5% തന്നെയാണെന്നാണ് തോന്നുന്നത്. ഇത് എന്റെ പരിമിതമായിട്ടുള്ള അറിവിന്റെ പുറത്താണ് പറയുന്നത്. ഇപ്പൊ നാളെ അള്ളാന്റെ മുമ്പില് ഞാൻ സവാദ് പറഞ്ഞതാണ്, അവർക്ക് അറിവുള്ള ഒരാൾ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഈ കോഷണറി മെസ്സേജ് ആയിട്ട് ഇത് പറയുന്നത്. സാറ് KCM ഉള്ള സാറ് അത് കൊടുക്കേണ്ടത് തന്നെയാണ്. അതിൽ എത്ര പെർസെന്റേജ് എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിപ്പെടും. 2 ചോദ്യങ്ങളാണ് ഞാൻ ക്വസ്റ്റ്യനിൽ കണ്ടത്. റാഷിദ്, ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞാൻ അതിനൊന്ന് ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, UTIന്റെ ശരിയാ ഫണ്ടിൽ 80 crores ആണുള്ളത്. അത് റിസ്ക് ആണോ എന്നാണ് ഒരു ചോദ്യം. മെയിൻ ആയിട്ടുള്ള ചോദ്യം. അതിന്റെ പ്രഥമമായിട്ടുള്ള കാരണം എന്താണെന്ന് വിചാരിച്ചാല് ടാറ്റ എത്തിക്കൽ ഫണ്ട് എന്ന് പറയുന്ന ഫണ്ട് ഇപ്പൊ സാർ നേരത്തെ പറഞ്ഞു 96 വന്നതാണ്. UTIന്റെ ഇൻഡെക്സ് ഫണ്ട് ലാസ്റ്റ് ഇയറെ വന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് ആ ഒരു വന്നിട്ടുള്ള കാലാവധി വളരെ ചുരുങ്ങിയതായതുകൊണ്ടാണ് അതിൽ AUM കുറവായിട്ട് കാണപ്പെടുന്നത്. അത് നിങ്ങളെ പോലെയുള്ള ആളുകൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കി ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പൊ നമ്മളെ കോളിലുള്ള 100 ആളുകളുടെ ഒരു SIP വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വർഷം അത് 100 കോടിയും പിറ്റത്തെ വർഷം ഇങ്ങനെയുള്ള ആളുകൾ കൂടുന്നതിനനുസരിച്ചിട്ട് അതിൽ AUM കൂടി വരും. AUM ഒരു ഫണ്ടിൽ കുറവാണ് എന്നുള്ളത് ആ ഫണ്ടിന്റെ റിസ്കിനെ ഒരു തരത്തിലും ബാധിക്കുന്ന കാര്യമല്ല. ഇപ്പം നേരത്തെ റാഷിദ് സാർ പറഞ്ഞ പോലെ ഇതില് നിങ്ങൾ ഇടുന്ന 1 രൂപ എവിടെ പോകുന്നതിനുള്ളതിന്റെ കണക്ക് നിങ്ങളെ കാണിച്ചിരിക്കണം. അപ്പോ ഈ 80 കോടിയാണെങ്കിലും 8 കോടിയാണെങ്കിലും ഇനി 80 ലക്ഷം ആണെങ്കിലും ഒരു ഫണ്ടിന്റെ AUM എത്ര തന്നെ ആയാലും ആ ഫണ്ടിന്റെ AUM എന്നതുകൊണ്ട് ആ ഫണ്ടിനൊരു റിസ്ക്കും അത് വരുത്തുന്നില്ല. അതാണ് ആ ചോദ്യത്തിനുള്ള മറുപടി. രണ്ടാമതൊന്ന് കണ്ടത്, നോർമലി ശരിയാ കംപ്ലൈന്റ് ആയിട്ടുള്ള ഒരു കമ്പനി പെട്ടെന്ന് ശരിയല്ലാത്ത കാര്യങ്ങളിലേക്ക് പോയാൽ എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് ഇപ്പോ ഇന്ത്യയിലെ അനുവദനീയമായിട്ടുള്ള നിയമങ്ങൾ വെച്ചിട്ട് നോർമലി റീസ്ട്രക്ചറിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് കണ്ടിന്യൂ ചെയ്യുക. നോർമലി എല്ലാ ഫണ്ടുകളും വർഷത്തിൽ 2 തവണ നമ്മൾ എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണോ ഇൻവെസ്റ്റ് ചെയ്തത് ആ ലക്ഷ്യത്തിൽ തന്നെയാണോ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത്, അങ്ങനെയുള്ള സ്റ്റോക്കുകൾ തന്നെയാണോ ഹോൾഡ് ചെയ്യുന്നത് എന്ന് പരിശോധിക്കും. മാർച്ചിലും സെപ്റ്റംബറിലും ചെയ്യുന്നവരുണ്ട്, ജൂണിലും ഡിസംബറിലും ചെയ്യുന്നുണ്ട്. അത് ഓരോ സ്കീമുകൾ ഓരോ ഫണ്ടുകൾക്ക് അനുസരിച്ചിട്ട് മാറിയിരിക്കും. പക്ഷെ ഇതിന്റെ ഇടയിൽ ഇപ്പൊ 3 മാസം അവർ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ചെയ്തു പോയി എന്നുള്ള സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് നാളെ തന്നെ ആ സ്റ്റോക്ക് ഒഴിവാക്കിയിട്ട് ഇതാക്കാൻ പറ്റില്ല. അത് പിന്നെ അനുവദനീയമല്ല. അത് ആവശ്യമില്ലാത്ത ചേണിങ് ആയിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുക. പക്ഷെ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം സവാദ് എന്ന് പറയുന്ന വ്യക്തിയല്ല, റിലയൻസ് എന്നോ ടാറ്റ എന്നോ ഒന്ന് പറയുന്ന ഒരു കമ്പനി. അവർക്ക് ലിഖിതമായിട്ടുള്ള ഒരു ലക്ഷ്യങ്ങൾ ഉണ്ടാവും. ഒരു കമ്പനി ഫോം ചെയ്യുന്ന സമയത്ത് പിൻഷാ സാറിന് കൂടുതലായിട്ട് ആഡ് ചെയ്യാൻ പറ്റും എന്നാണ് തോന്നുന്നത്. നമ്മൾ എന്തിനു വേണ്ടിയാണ് കമ്പനി ഫോം ചെയ്യുന്നത്, വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് ദാറ്റ് വി ആർ ഗോയിങ് ടു അണ്ടർടേക്ക് എന്നുള്ള രീതിയിൽ ഒരു മെമ്മറാണ്ടം ഓഫ് ഇത് എഴുതിയതിനു ശേഷമാണ്, MOU ഒക്കെ എഴുതിയതിനു ശേഷമാണ് ഒരു കമ്പനി ഫോം ചെയ്യുക. അപ്പൊ നോർമലി ഞങ്ങള് പിന്നെ കാർ ഉണ്ടാക്കാൻ പോവാണ്, അല്ലെങ്കിൽ ഞങ്ങള് മെറ്റീരിയൽസ് ഈ
റോ മെറ്റീരിയൽ ഉണ്ടാക്കാൻ പോവാണ്, അല്ലെ ഞങ്ങൾ കമ്പി നിർമ്മിക്കാൻ പോവാണ്, അല്ലെ ഞങ്ങൾ ഫോൺ നിർമ്മിക്കാൻ പോവാണ് എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തോടു കൂടി ഉണ്ടാക്കിയ ഒരു കമ്പനിക്ക് നാളെ പെട്ടെന്ന് ഒരു ദിവസം പിന്നെ വട്ടിപ്പലിശാന്റെ ബിസിനസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു നിയമ തടസ്സം അവരുടെ മുമ്പിൽ ഉണ്ടാവും. എങ്കിൽ കൂടിയും അർത്ഥവത്തായിട്ടുള്ള സംശയമാണ്, അതിനെ മാനിക്കുന്നു. അതിൽ നിന്ന് പുറത്തു കടക്കാൻ റീസ്ട്രക്ചറിംഗ് എന്ന് പറയുന്ന ലിഖിതമായിട്ടുള്ള ഒരു വഴിയാണ് ഫണ്ടിലുള്ളത്. നെക്സ്റ്റ് 6 മാസം കഴിഞ്ഞ് അടുത്ത തവണ വരുന്ന സ്ട്രക്ചറിംഗിൽ ആ ഒരു കമ്പനി ഇങ്ങനെ അല്ലാത്ത ബിസിനസ്സുകളിൽ ഏർപ്പെടുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ കമ്പനിയുടെ സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്തിട്ട് വേറെ അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് കമ്പനികളിലേക്ക് പോകാവുന്നതാണ്. അതാണ് അതിനുള്ള ഓപ്ഷൻ. നിങ്ങൾക്ക് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അല്ല, അത്രേ ഉള്ളൂ. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സ്ക്രീനിങ് കാര്യങ്ങളൊക്കെ ഫ്രീക്വന്റ്ലി നടക്കുന്നതാണ്. ഈ അഡ്വൈസറി ബോർഡുകളുടെ നേതൃത്വത്തിൽ സ്ക്രീനിങ് നടക്കുന്നതാണ്. ഗുഡ് ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മുടെ ഈ AUM കുറയുന്ന സമയത്ത് റിസ്ക് ഫാക്ടർ ഉണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചത്. അഫ്കോഴ്സ് എന്തായാലും AUM കുറയുന്ന സമയത്ത് റിസ്ക് നമുക്കുണ്ട്. പക്ഷെ ഇവിടെ ബെസ്റ്റ് പാർട്ട് എന്താ പറയുക, ഈ ഫണ്ട് ലോഞ്ച് ചെയ്ത് February 2026 ഈ ഫണ്ട് ലോഞ്ച് ചെയ്തത്. UTI 500 ശരിയാ ഫണ്ട് ലോഞ്ച് ചെയ്തത്. അപ്പൊ ഈ ഒരു ഷോർട്ട് ടൈമിൽ അത് 88 കോടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഷോർട്ട് ടൈമിൽ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് ഒരു ഇൻഡെക്സ് ഫണ്ട് ആയതുകൊണ്ട് തന്നെ ഇതിൽ എക്സ്പെൻസ് റേഷ്യോ കുറവാണ്. എന്റെ ഒരു അറിവിൽ 0.90 ഒക്കെയാണ് റെഗുലർ സ്കീമിന് വരുന്നത്. അപ്പൊ അത് നല്ലൊരു നോട്ടബിൾ പോയിന്റ് ആണ്. ഗുഡ് ക്വസ്റ്റ്യൻ. ഓക്കെ റാഷിദ്, പ്ലീസ്. ഹലോ. യെസ് സർ. ഓക്കെ ബാബു സർ, നമ്മൾ ഈ അല്ലാത്ത ഷെയറുകൾ ഉണ്ടല്ലോ, മറ്റേ ഈ IOC, കൊഫോർജ്, ഇൻഫോസിസ് ഇങ്ങനത്തെ ചെയ്യാതെ ഷെയറുകൾ വാങ്ങിയിട്ട് ഹോൾഡ് ചെയ്യണ. ഓക്കെ മനസ്സിലായി. നല്ല ക്വസ്റ്റ്യൻ. ഇപ്പോ പർട്ടിക്കുലർ ഡയറക്ട്ലി പോയിട്ട് നമ്മൾ ഷെയർ മാർക്കറ്റിൽ പോയിട്ട് ഷെയറുകൾ വാങ്ങുന്നതിനെ പറ്റിയിട്ടാണ് ചോദിച്ചത്. അതിലൊക്കെ നമുക്ക് ഒരുപാട് ഇസ്ലാമിക് സ്ക്രീനിങ് വെബ്സൈറ്റുകളും ആപ്പുകളൊക്കെ ഒരുപാട് ലഭ്യമാണ്. നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഷെയർ തന്നെയാണോ ബിസിനസ് ആണോ എന്നുള്ളതൊക്കെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്പുകളും സ്ക്രീനിങ് വെബ്സൈറ്റുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ അവര് അത് പെയ്ഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇയർലി സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളും മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ഒക്കെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. സോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എന്തായാലും കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ അതിന്റെ ലിങ്ക് എന്തെങ്കിലും നമുക്ക് ഷെയർ ചെയ്യാം. നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ട് ചെയ്താൽ ഇപ്പൊ മാർക്കറ്റ് ഇപ്പൊ ഈ 2-3 മാസമായിട്ട് ഇപ്പൊ ഡൗൺ ആയിരുന്നല്ലോ, അതുപോലത്തെ സമയത്താണെന്നുണ്ടെങ്കിൽ എത്ര കയറി നിൽക്കുകയാണെങ്കിലും ആ ഡൗൺ ആയിക്കുന്ന സമയത്ത് പിന്നെ നമുക്ക് അതിൽ ലോസ് ആയിട്ടല്ലേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മൾ ത്രൂ ഔട്ട് ഡിസ്കഷനിൽ വരുന്നത് ഈ ഇക്വിറ്റി സ്കീമിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും മിനിമം എന്ന് പറയുന്നത് ഒരു 4 വർഷങ്ങളിലധികം വാച്ച് ചെയ്യണം എന്നുള്ളതാണ്. നമ്മളിപ്പം അല്ലെങ്കിൽ ഒരു മാസം 2 മാസം കൊണ്ട് പെർഫോമൻസ് ഉണ്ടാവില്ല, ഒരുപക്ഷെ ഉണ്ടാവില്ല, ഗ്യാരണ്ടീഡ് ആയിട്ടുണ്ടാവില്ല. പക്ഷെ 4-5 വർഷം ആകുന്ന സമയത്ത് നമുക്ക് പാസ്റ്റ് നോക്കുന്ന സമയത്ത് എന്തായാലും പ്രോഫിറ്റിലായിരിക്കും വന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പേഴ്സണലി 2017 തൊട്ട് ഞാൻ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. ഈ CA ട്രെയിനിങ്ങിന്റെ സമയം തൊട്ട് ഞാൻ ചെറിയ എമൗണ്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ ഞാൻ അന്ന് ചെയ്ത ഇൻവെസ്റ്റ്മെന്റ് ഇപ്പൊ ഈ ഡൗൺ ആയ സമയത്തും ഡബിളിന്റെ മുകളിലാണ് ഇൻവെസ്റ്റ്മെന്റ് പോകുന്നത്. അപ്പൊ ലോങ് ടേമിലേക്ക് നമുക്ക് ഈ പറയുന്ന റിസ്കിന് നമുക്ക് ഏറെക്കുറെ കുറയ്ക്കാൻ പറ്റും. പിന്നെ ഇത്രയുണ്ട്, നമ്മൾ ഈ ഒരു സെഷനെ കണ്ടക്ട് ചെയ്യുമ്പോൾ ഇതിന്റെ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇപ്പൊ നമ്മൾ കമ്പനി ത്രൂ ചെയ്യുന്ന യാതൊരു നിർബന്ധമില്ല. ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പൊ ഓരോ കമ്പനിയാണ്, ഇപ്പൊ ടാറ്റയുടെ ആയിക്കഴിഞ്ഞാലും UTIയുടെ ആയാലും അവരുടെ ഡയറക്റ്റ് വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ത്രൂ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ സാധിക്കും. ബെസ്റ്റ് ഇതിന് എന്താ പറയാ, ഏറ്റവും നമ്മൾ ടേക്ക് അവേ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഏകദേശം 100 രൂപ വെച്ചെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമല്ലോ. ഇപ്പൊ കുറെ പേരുണ്ട്, ഇപ്പൊ ഞാനിപ്പോ 10 വർഷം ഈ മേഖലയിലുണ്ട്. അന്ന് എന്നോട് പറഞ്ഞതാണ് മാർക്കറ്റ് ഡൗൺ ആണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴവർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നില്ല എന്നുള്ളത് അത് ഭയങ്കര സാഡാണ്. സാറിനോട് ആഡ് ചെയ്യാനുള്ള ഒരു പോയിന്റ്, ഈ എല്ലാരും ഇൻവെസ്റ്റ്മെന്റിനെ ടൈമിങ് ചെയ്യാൻ നോക്കണം. നമ്മള് ബാറ്റ്സ്മാൻ ക്രിക്കറ്റ് ഒന്നും അല്ല, കറക്റ്റ് ബോൾ വരുമ്പോ നമ്മൾ എവിടെ കൊള്ളിക്കണം, എങ്ങോട്ട് പോകണം, ആ ഒരു പ്ലാനിൽ, അതായത് നമുക്ക് വഹിയോ ഫ്യൂച്ചറിൽ എന്ത് നടക്കുന്നുള്ള കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പരിമിതമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളൂ. 6 വർഷമായിട്ടുള്ളൂ. ഇവിടെ പല ആൾക്കാരും വയസ്സിന്റെ ചിലപ്പം പകുതിയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം, നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് തുടങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല സമയം ഇന്നാണ്. ഇന്ന് പറ്റാത്ത ആൾക്കാർ അത് നാളെ ചെയ്യാം. അപ്പൊ മാർക്കറ്റിനോട് അത് ലിങ്ക് ചെയ്യിക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ഇപ്പൊ കഴിഞ്ഞൊരു 30 വർഷമായിട്ട് ഒരു
പിന്നെ ഏകദേശം എല്ലാ ദിവസവും മാർക്കറ്റ് കയറുക ഇറങ്ങുക തന്നെയാണ് ചെയ്യുന്നത്. അതേ നിലയിൽ മാർക്കറ്റ് അവസാനിക്കുന്ന ദിവസങ്ങൾ വളരെ വിരളാണ്. അപ്പൊ ആൾക്കാർ SIP ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ദിവസം ഏതാ? ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് നിങ്ങളുടെ മുമ്പിൽ അവൈലബിൾ ബെസ്റ്റ് ആയിട്ടുള്ള സമയം ഇന്നാണ്. അത് കഴിഞ്ഞാൽ നാളെയാണ്. ആ ഒരു രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നന്നാവുക. മാർക്കറ്റിനെ എന്താക്കാൻ പറ്റും? ഇപ്പൊ നാളെ ഭൂമി ഉൽക്കം ഉണ്ടാവോ, അല്ലെ നാളെ മഴ ഉണ്ടാവോ, വെയിലുണ്ടാവോ എന്ന് പറയുന്ന ഒരു പരിധി വരെ നമുക്ക് പ്രഡിക്റ്റബിൾ ആണ്. പക്ഷെ മാർക്കറ്റിലുള്ള മൂവ്മെന്റോ കാര്യങ്ങളോ എന്ന് പറയുന്നത് ചെറിയ അതായത് ഇന്നും നാളെയും ഞാനും നിങ്ങളും പിന്നെ 10 രൂപക്ക് വാങ്ങുന്ന തക്കാളിന്റെ വില കൂടുന്നത് മുതൽ അമേരിക്ക ഇറാനും തമ്മിൽ യുദ്ധം വരുന്നത് വരെ ബാധിക്കുന്ന ഒരു മേഖലയാണ് ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. സോ അത് നമ്മളെ കയ്യിലുള്ള കാര്യമല്ല. അതുകൊണ്ട് സാറ് പറഞ്ഞതുപോലെ ഇൻവെസ്റ്റ്മെന്റിന്റെ കാലാവധി കൂട്ടുക എന്നുള്ളതാണ് നമുക്ക് റിസ്ക് മിറ്റിഗേറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല ഫാക്ടർ എന്ന് ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ നാട്ടിലുള്ള ആളുകൾ പിന്നെ ഇൻവെസ്റ്റ് ചെയ്താൽ അതിന് നമ്മളെ ഫണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പ്രൂഫ് എന്തെങ്കിലും കാണിക്കേണ്ടതായിട്ട് വരുമോ? സോഴ്സ് കാണിക്കേണ്ടതായിട്ട് വരുമോ? നോർമൽ സിനാരിയോസിൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്സിന് സോഴ്സുകൾ ചോദിക്കുന്ന സിനാരിയോ ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പൊ നാളെ സാറ് സസ്പീഷ്യസ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇപ്പൊ സാറ് നാളെ 10 കോടി രൂപയും കൊണ്ട് പെട്ടെന്ന് ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഇതുവരെ ട്രാൻസാക്ഷൻ ഒന്നും നടക്കാത്ത ഒരു വ്യക്തിയുടെ അക്കൗണ്ടിൽ പെട്ടെന്ന് ആ ഒരു എമൗണ്ട് വരിക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് ആക്ടിവിറ്റിയോ ആ തരത്തിലുള്ള ഒരു തരത്തിലുള്ള ആക്ടിവിറ്റീസും ഇല്ലാത്തടത്തോ എന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് സെൻസ് ചെയ്താൽ മാത്രമാണ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. ഇപ്പൊ എന്റെ 6 ഇയർ ഫിനാൻഷ്യൽ ലൈഫിൽ ഞാൻ ഇതുവരെ അങ്ങനെയുള്ള ഒരു സിനാരിയോ ഫേസ് ചെയ്തിട്ടില്ല. നോർമലി അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുമില്ല. പിന്നെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ നോർമലി വൈറ്റ് മണി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന ആളുകളാണ്. കാരണം അവർ പാൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. റിൻഷാദിനോ സവാദിനോ റാഷിദിനോ അബ്ബാസിനോ നാളെ ട്രേസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്റെ പാൻ നമ്പർ എടുത്ത് നോക്കിയാൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് കഴിയുന്നതാണ്. അപ്പൊ നോർമലി സോഴ്സ് ചോദിക്കുന്ന സിനാരിയോസ് ഉണ്ടാവാറില്ല അൺലെസ് ആൻഡ് അണ്ടിൽ ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ആണ് നമ്മുടെ ഭാഗത്തുനിന്ന് സംഭവിക്കുന്നത്. ആ ഒരു സിനാരിയോ വെച്ചിട്ട് നോർമലി അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാറില്ല സാർ. കാരണം ഞാൻ ഡീൽ ചെയ്യുന്ന ഒരു ഏരിയയും കൂടിയാണ് ഈ ടാക്സേഷനും കാര്യങ്ങളും സോഴ്സസ് ഒക്കെ ആയിട്ട്. നമ്മൾ എവിടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്തും നമ്മൾ ആരുടെ മുമ്പിലും സോഴ്സ് ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ല. പ്രൊവൈഡഡ് നമുക്ക് വരുന്ന ഇൻകം ടാക്സബിൾ ഇൻകം, ലീഗൽ ഇൻകം ആയിരിക്കണം എന്നുള്ളതാണ്. ഇപ്പം ചോദിച്ചത് ഇപ്പൊ NRI സോഴ്സ് എന്നൊരു ഇൻകം ഇങ്ങോട്ട് വരികയാണ്, എത്ര കോടികളായാലും ഇവിടെ യാതൊരു പ്രശ്നമില്ല. കാരണം NRI ഇൻകം ഓൾവേസ് ഇന്ത്യയിൽ വെൽക്കം ചെയ്യും, നമ്മുടെ കൺട്രി വെൽക്കം ചെയ്യും. കാരണം നമ്മുടെ കൺട്രിയുടെ ഗ്രോത്ത് വർദ്ധിക്കും. ഇപ്പൊ കേരളം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് നമ്മൾ NRIസിനെയാണ്. അപ്പം NRI സോഴ്സിൽ വരുന്ന ഫണ്ട് എപ്പോഴും സേഫ് ആണ്. ഓക്കെ, ഇനി ഇന്ത്യയിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് അത് ടാക്സബിൾ, ലീഗൽ ഇൻകം ആയിരിക്കണം എപ്പോഴും, ടാക്സ് ചെയ്യപ്പെട്ട ഇൻകം ആയിരിക്കണം എപ്പോഴും. അല്ലാത്ത കേസിലാണ് എന്ത് വരിക, സോഴ്സിന്റെ ഒരു ക്വസ്റ്റ്യൻ റൈസ് ചെയ്തേക്കാം. അതിപ്പം മ്യൂച്വൽ ഫണ്ട് എന്നല്ല, ലാൻഡിലായാലും ഈവൻ വെഹിക്കിൾസിലായാലും ബിസിനസ്സിലായാലും എവിടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്തും ക്വസ്റ്റ്യൻ റൈസ് ചെയ്യപ്പെട്ടേക്കാം. സാറേ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇപ്പൊ നമ്മള് ഒരു NRI, സോറി കേട്ടോ ബാബു സാർ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? പറയട്ടെ. ഓക്കെ, നമ്മളിപ്പോ ഒരു NRI ആണ്, 10 വർഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം SIP. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മള് NRI സ്റ്റാറ്റസ് നിന്ന് വിടുകയാണ്, നാട്ടിൽ സെറ്റിൽ ആവാണ്. പിന്നെ നമ്മളെ പ്രൊസീജിയർ SWP ആണ്, വിത്ഡ്രോവൽ പ്ലാൻ ആണ്. അപ്പൊ ഈ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറുമ്പോൾ നമ്മളെ NRI സ്റ്റാറ്റസും മാറാറുണ്ട്. അപ്പൊ അവിടെ നമുക്ക് എന്താണ് ആ സമയത്ത് നമ്മൾ എന്താണ് പ്രത്യേകിച്ച് ചെയ്യേണ്ടത് ഈ ടാക്സ് ഒക്കെ, ടാക്സിന്റെ കാര്യത്തിൽ എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, അതില് ക്വസ്റ്റ്യൻ കൂടി ക്ലിയർ ചെയ്യാണ്. ഇപ്പൊ NRI സ്റ്റാറ്റസിലാണ്, 10 വർഷം കഴിഞ്ഞിട്ട് NRI സ്റ്റാറ്റസിൽ നിന്ന് മാറി SWP വഴി വിഡ്രോവൽ എടുക്കുമ്പോൾ അതിന്റെ എന്താണ് അതിന്റെ ഇമ്പാക്ട് എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഗുഡ് ക്വസ്റ്റ്യൻ. കാരണം അദ്ദേഹം നല്ല നോളജബിൾ ആണ്, SWP കുറിച്ച് അറിയാം. പ്രവാസികൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് റിട്ടയർമെന്റ് ഓപ്ഷൻ ആണ് SWP എന്ന് പറയുന്ന സംഭവം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെദർ ഇറ്റ് ഈസ് എ നോൺ റെസിഡന്റ് ഓർ റെസിഡന്റ്, ടാക്സേഷൻ സെയിം ആണ്. ഓക്കെ, പിന്നെ 10 വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഇന്ത്യയിലുണ്ടല്ലോ ഓരോ വർഷവും ടാക്സേഷൻ മാറും. ഇപ്പൊ നിങ്ങൾ ചോദിക്കുകയാണ് 2018 മുമ്പ്, 2018 മുമ്പ് എത്രയാണ് ടാക്സേഷൻ ചോദിക്കുകയാണെങ്കിൽ 0 ആണ്. 2018 മുമ്പ് മ്യൂച്വൽ ഫണ്ടിൽ, ഷെയർ മാർക്കറ്റിൽ 0 ടാക്സേഷൻ ആയിരുന്നു. 2018 ശേഷമാണ് ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഓരോ വർഷവും ചേഞ്ചസ് വരും. ഇപ്പോഴത്തെ ടാക്സ് റേറ്റ് 12.5% ആണ്.
അപ്പം അതിനെക്കുറിച്ച് വറി ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോഴും ഇന്ത്യ എന്ന് പറഞ്ഞ കൺട്രി, എസ്പെഷ്യലി ഷെയർ മാർക്കറ്റും മ്യൂച്വൽ ഫണ്ടൊക്കെ ടാക്സ് ഫ്രണ്ട്ലി ആയിട്ട് പോവുള്ളൂ, വലിയ ടാക്സിലേക്ക് പോകില്ല. കാരണം കൺട്രിയിലേക്ക് എപ്പോഴും നല്ല രീതിയിൽ ഇൻഫ്ലോ വരണം, പൈസ വരണം. അപ്പൊ അതുകൊണ്ട് തന്നെ ടാക്സ് ഫ്രണ്ട്ലി ആയിട്ട് പോവുള്ളൂ. ഒരു ക്വസ്റ്റ്യനോട്, നമ്മളിപ്പോ പിന്നെ ശരിയാ കംപ്ലൈന്റ് ഇത് പിന്നെ സ്ക്രീനിങ്ങിന്റെ കുറെ വെബ്സൈറ്റുകളുണ്ട് അല്ലെങ്കിൽ കുറെ ആപ്പുകളുണ്ട്. അതില് നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ഏതാണ് ഒന്ന് സജസ്റ്റ് ചെയ്യാന്? ഓക്കെ അതില് ഒരുപാട് ഉണ്ട്. ഇസ്ലാമിക്കലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ടാക്സസ് അവിടെ അവൈലബിൾ ആണ്, പക്ഷെ എമൗണ്ട് കൊടുക്കേണ്ടി വരും. ഇങ്ങനെയുള്ള കോംപ്രഹെൻസീവ് ആയിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആപ്പുകൾ എന്തായാലും പെയ്ഡ് വേർഷൻസ് തന്നെയാണ് അധികം ഉള്ളത്. അപ്പോ ഈ ഇസ്ലാമിക്കലി എന്ന് പറയുന്നത് ഒരു നല്ല വെബ്സൈറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വെബ്സൈറ്റ്സ് ഉണ്ട്. ഈ സ്ക്രീനിങ്ങിന്റെ പോർട്ട്ഫോളിയോ ഡീറ്റെയിൽസുകളില് ചിലയിടത്തില് ചില കമ്പനികൾ ഇത്ര പെർസെന്റേജ് അവര് ഇൻവെസ്റ്റ് ബേസ് മണിയും ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായല്ലോ. അപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ സിപ്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനീൻ്റെത്, അപ്പൊ അവരെ കംപ്ലീറ്റ് എമൗണ്ടും ഷെയർ ഹോൾഡേഴ്സിന്റെ ആയിരിക്കൂലല്ലോ, അവരുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവില്ലേ, അത് ബാങ്ക് ബേസിലുള്ളതായിരിക്കൂലേ ചിലപ്പോ? നേരത്തെ അതിനെ പറ്റി എന്തോന്ന് സൂചിപ്പിച്ചിരുന്നു തോന്നുന്നു, ക്ലിയർ ചെയ്ത് പറഞ്ഞു. ഡെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ്. അതെ അതിപ്പോ നമ്മളിപ്പോ പലിശയൊക്കെ എടുത്തിട്ട് ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ലിവറേജ്ഡ് ക്യാപിറ്റലിനെ പറ്റിയിട്ടാണ് സാർ സംസാരിക്കുന്നത്. നോർമലി ഇപ്പൊ വലിയ വലിയ കമ്പനീസ് ഒക്കെ അവരുടെ പ്രൊമോട്ടേഴ്സിന്റെ ഇൻവെസ്റ്റ്മെന്റും ഉണ്ടാവും. മൊത്തം എന്ന് പറയുന്നത് മൊത്തവും ഷെയർ ഹോൾഡേഴ്സ് മണി ആയിരിക്കില്ല. അപ്പൊ അതിന് താസിസിന്റെ ബേസിൽ ഇത്ര പെർസെന്റേജിൽ കൂടുതൽ പിന്നെ ക്രെഡിറ്റ് എടുത്ത എമൗണ്ട് ആയിരിക്കരുത് ഉള്ളത്. 25% ആണെന്ന് തോന്നുന്നു എന്റെ അറിവില്. അതിലൊരു ക്ലാരിഫിക്കേഷൻ വരുത്തിയിട്ട് സാറിന് അറിയിക്കുന്നതാണ്. അപ്പൊ ആ പെർസെന്റേജിൽ കൂടുതൽ ഡെപ്റ്റ് ലോൺ എടുത്ത മണിയാണുള്ളത് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്റ്റോക്കുകളെ എക്സെപ്റ്റ് ചെയ്യിക്കാറുണ്ട്. അതാണ് ആ കേസിൽ ആഡ് ചെയ്യാനുള്ള. എന്റെ സെഡ് പ്ലാന്റെ പർട്ടിക്കുലർ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതില് ഒരു ക്ലാരിറ്റി വരുത്തിയതിനു ശേഷം സാറിലേക്ക് എത്തുന്നതായിരിക്കും നന്നാവുക. ഞാൻ മിസ് ഇൻഫർമേഷൻ തരുന്നതിനേക്കാൾ നന്നാവുന്നത് ഇൻഫർമേഷൻ തരാതെ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ട് തരുന്നതാണെന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ആൻസർ ചെയ്യുന്നത് കേട്ടോ. ഒന്ന് പിന്നെ റാഷിദ് സാർ, ഞാൻ 2 ക്വസ്റ്റ്യൻസ് ഇപ്പം ചാറ്റിൽ നേരത്തെടുത്തപ്പോ ഹലാൽ ബേസ്ഡ് ആയിട്ടുള്ള ബെസ്റ്റ് സെക്ടറൽ ഫണ്ട്സ് ഏതൊക്കെയാന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഈ സെക്ടറൽ ഫണ്ട്സ് ഓർ തീമാറ്റിക് ഫണ്ട്സ് എന്തെന്നാണ് മനസ്സിലാക്കുക, എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നോർമലി നമ്മൾ കണ്ടുവരുമ്പോ ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് എന്നൊക്കെ പറയുന്ന സാധാരണ എല്ലാ തരത്തിലുള്ള കമ്പനീസും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകൾ ഉണ്ടാവും. സെക്ടറൽ ഓർ തീമാറ്റിക് ഫണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു സെക്ടറിനെ ബേസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും അതിൽ നടക്കുക. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ നേരത്തെ എടുത്തപ്പോ ഇൻഫർമേഷൻ ടെക്നോളജി അതൊരു സെക്ടറാണ്, ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് ഒരു സെക്ടറാണ്, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു സെക്ടറാണ്, അതുപോലെ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് ഒരു തീമാണ്. അങ്ങനെയുള്ള മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇതിൽ ഏതാണ് നന്നാവുക എന്നാണ് ചോദ്യം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഏതൊരു സെക്ടറൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്തും നമ്മൾ ഈ പിന്നെ അൺലൈക്ക് ടാറ്റ എത്തിക്കൽ ഫണ്ടോ, UTI ശരിയ ഫണ്ടോ, ടോറസ് ഫണ്ടോ, ക്വാണ്ടം ഫണ്ടോ പോലെ അല്ലാതെ ഏതൊരു സെക്ടറൽ ഫണ്ടിലോട്ട് നമ്മൾ പോകുന്ന സമയത്തും അതിൽ കോൺസെൻട്രേഷൻ റിസ്ക് എന്ന് പറയുന്ന ഒരു റിസ്ക് ഇൻവോൾവ്ഡ് ആണ്. അത് മനസ്സിലാക്കിയാൽ കുറെയൊക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പൊ 21 വയസ്സായ ഒരു സുഹൃത്താണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ആൾക്ക് 45-ാം വയസ്സിൽ തിരിച്ച് നാട്ടിൽ വന്നിട്ട് സെറ്റിൽ ആവാൻ വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഏത് സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്താലും ആളെ സംബന്ധിച്ചിടത്തോളം അത് റിസ്ക് വല്ലാതെ കൂടാൻ സാധ്യതയില്ല. ഇനി അല്ലാത്ത പക്ഷെ ഇപ്പൊ ഞാൻ എന്റെ ഉമ്മാനോ ഹജ്ജിന് വിടാനോ ഒരു 5 ലക്ഷം രൂപ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു വിചാരിക്കുക. അപ്പം ഞാനത് ട്രാൻസ്പോർട്ടേഷൻ മേഖലയിൽ ഒരു 2 വർഷം മുമ്പ് ഇട്ടു. ഒരു ഉദാഹരണം പറയാണ് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിട്ട്. അപ്പൊ അതിനുശേഷം ഇറാനും അമേരിക്ക ആയിട്ടുള്ള യുദ്ധം തുടങ്ങിയ ശേഷം ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് കുത്തനെ കൂടി. അപ്പൊ പെട്രോൾ കൂടി, വാഹനങ്ങളുടെ വിൽപ്പന കുറഞ്ഞു, ട്രാൻസ്പോർട്ടേഷൻ മൊത്തത്തില് മന്ദഗതിയിലായി. അപ്പൊ ഇതിനു മുമ്പ് സിൽവറിൽ ഉംറക്ക് പോകാനുള്ള പൈസ ഇട്ടിട്ട് താഴേക്ക് വന്ന സുഹൃത്ത് എനിക്ക് വ്യക്തിഗതമായിട്ടുള്ള സുഹൃത്ത് ബന്ധങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മേഖലകളിലെ പ്രശ്നം എന്ന് വെച്ചാൽ ആ ഒരു വ്യക്തിഗതമായിട്ടുള്ള മേഖലക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചാൽ അത് നമ്മളെ ഇൻവെസ്റ്റ്മെന്റിനെ ഹെവി ആയിട്ട് ബാധിക്കും. സോ കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന റിസ്ക് അവിടെ കൂടുതലാണ്. ഏതൊക്കെയാണ് ബെസ്റ്റ് സെക്ടേഴ്സ് എന്ന് കൊടുത്താൽ എവർഗ്രീൻ സെക്ടേഴ്സ് ആണ്, ഹെൽത്ത് കെയർ, ട്രാൻസ്പോർട്ടേഷൻ മുതലായവയൊക്കെ. എല്ലാ കാലത്തും അതിന്
ഇപ്പൊ ഇന്ത്യയിൽ കൂടുതലായിട്ട് ഇന്ത്യന്റെ എസ്പെഷ്യൽ കാറ്റഗറി നോക്കുകയാണെങ്കിൽ കൺസംഷൻ എന്ന് പറയുന്ന ഒരു തീം പറഞ്ഞിട്ടുണ്ട്. 1.4 ബില്യൺ ആൾക്കാരുള്ള 150 കോടി ആൾക്കാരുള്ള രാജ്യമാണ്. എല്ലാ കാലത്തും കൺസംഷൻ ഉണ്ടാവും. ആളുകൾക്ക് തിന്നാതെയോ കുടിക്കാതെയോ നമ്മൾ ആവശ്യത്തിന് സാധനങ്ങൾ വാങ്ങാതെയോ ജീവിക്കാൻ പറ്റില്ല. നല്ലൊരു സെക്ടറാണ്. പക്ഷെ അതിനൊരു കോൺസെൻട്രേഷൻ റിസ്ക് എന്ന് പറയുന്ന റിസ്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. പിന്നെ അഭിറാമി റിസ്ക് ഉണ്ടോ എത്തിക്കൽ ഫണ്ടിൽ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏത് ഫണ്ടായാലും ഇപ്പൊ ഇന്ത്യയിലെ ഏറ്റവും സേഫ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് നമുക്ക് പറയാൻ പറ്റുക ഗിൽപി എന്ന് പറയുന്ന ഗവൺമെന്റ് ബോണ്ട് ഫണ്ടാണ്. അതിന് സോവറിൻ ഗ്യാരണ്ടി ഉണ്ട്. അതായത് ഗവൺമെന്റ് അത് തിരിച്ചു തരുന്ന. അല്ലാത്ത ഏത് മ്യൂച്വൽ ഫണ്ടോ ഏതിപ്പോ നമ്മളെ ബാങ്ക് ഡെപ്പോസിറ്റ് പോലും റിസ്ക് ഉള്ളതാണ്. ഇപ്പൊ ആളുകളൊക്കെ മനസ്സിലാക്കി ഞാൻ 50 ലക്ഷം രൂപ നാളെ SBI കൊണ്ടുപോയിട്ടോ അല്ലെ HDFC കൊണ്ടുപോയിട്ടോ അല്ലെങ്കിൽ ബന്ധൻ ബാങ്ക് കൊണ്ടുപോയിട്ടോ മറ്റന്നാൾ ആ ബാങ്കിൽ എന്തെങ്കിലും സംഭവിക്കുകയാണ് 50 ലക്ഷം എനിക്ക് തിരിച്ചു കിട്ടുന്നതാണ്. അത് അറിവില്ലായ്മ കൊണ്ട് എനക്കും ഇപ്പൊ അടുത്താണ് ക്ലാരിഫിക്കേഷൻ കിട്ടിയത്. 5 ലക്ഷം രൂപന്റെ ഗ്യാരണ്ടിയെ ശരിക്കും കിട്ടുന്നുള്ളൂ. അതിന്റെ പുറത്തുള്ള ഓരോ രൂപയും റിസ്ക് തന്നെയാണ്. നമ്മളൊരു സംവിധാനത്തിലാണ് ജീവിക്കുന്നത്. ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്ന ഒരു ഡെമോക്രസിക്ക് അതിന് ലിഖിതമായിട്ടുള്ള നിയമങ്ങളുണ്ട്. അതിനുള്ളിൽ സംഭവിക്കുന്ന നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ നമ്മൾ റിസ്ക് എടുക്കാൻ എല്ലാവരും ബാധ്യസ്ഥനാണ്. ആ റിസ്ക് നമ്മൾ ഉൾക്കൊണ്ടിട്ടേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പം റിസ്ക് ഇല്ലാത്ത മ്യൂച്വൽ ഫണ്ടുകളൊന്നും ഇല്ല. 100% പൈസ തിരിച്ചു തരുന്നു പറയുന്ന ആളുകൾ ഇപ്പൊ നേരത്തെ രാശിദ് പറഞ്ഞ പോലെ മലപ്പുറത്ത് നടന്നിരിക്കുന്ന സ്കാമുകൾ മാത്രം മ്യൂച്വൽ ഫണ്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മലപ്പുറത്തിന്റെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് ഇപ്പൊ 5,000-6,000 കോടി ആവുണ്ടായിരുന്നു. കാരണം അത്രത്തോളം ഞാൻ വാർത്തകൾ വായിച്ചിട്ടുണ്ട്. 250-300 കോടി ഇന്നും നാളെയോ ബിസിനസ് ഡബിൾ ആക്കി തരാന്ന് പറയുന്ന യുവാക്കൾക്ക് കൊടുക്കാൻ തയ്യാറാകുന്ന ആളുകൾ ഇത്രത്തോളം ഓരോ സ്റ്റോക്കിലും 100 രൂപ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന കണക്ക് വരെ മ്യൂച്വൽ ഫണ്ടിനെ സംശയത്തോടു കൂടി നോക്കി കാണാൻ ഞാനൊന്നും പാടില്ല. അപ്പൊ റിസ്ക് ഇൻവോൾവ് ആണ്. ആ റിസ്ക് എന്താണെന്ന് അറിഞ്ഞിട്ട് ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അത് ചെയ്യാൻ മ്യൂച്വൽ ഫണ്ട് സാധിക്കും. ബാക്കിയുള്ള മേഖലയിൽ നിങ്ങൾ പൈസ ഡബിൾ ആക്കി തരാന്ന് പറയുമ്പോൾ എങ്ങനെ ഡബിൾ ആക്കി തരും, എന്ത് ബിസിനസ്സാണ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും പറയില്ല. മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇടുന്ന പൈസ എങ്ങോട്ടാണ് പോകുന്നത്, എന്ത് ഉദ്ദേശത്തിനാണ് ഉപയോഗിക്കുക, എത്ര രൂപ എവിടെ ഉപയോഗിച്ചു എന്നുള്ള ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അതിൽ എത്രത്തോളം ഇൻവോൾവ് ആണ് നിങ്ങൾ വെൽ ഇൻഫോംഡ് ആണെന്നാണ് അതിൽ ആഡ് ചെയ്യാനുള്ളത്. നജീബ് സാർ ഏതായാലും വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. ഞാനൊരു ഓൾറെഡി ഞാനിപ്പോൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്കിപ്പോ ഒരു വരുമാനം ഇത് വരികയാണെന്ന് വിചാരിക്കാം. നമ്മളിതൊരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു, എത്തിക്കൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പൊ ഇവിടെ ഒരു കമ്മിറ്റി ഉണ്ടല്ലോ, ഇത് ഇസ്ലാമിക് ബോഡി കമ്മിറ്റി ഉണ്ടെന്ന് പറഞ്ഞു ഇത് മോണിറ്റർ ചെയ്യുന്നു. ഈ വരുന്ന വരുമാനത്തിന് ഒരു പ്യൂരിഫിക്കേഷൻ കൂടി അവർ നടത്താൻ സാധ്യതയുണ്ടോ, അതോ നമ്മൾക്ക് ഇത്ര ശതമാനം ഇതിൽ ആരാധല്ലാത്തത് വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു 2% 3% എന്തെങ്കിലും പ്യൂരിഫിക്കേഷൻ വരുന്ന വരുമാനത്തിന് കൊണ്ടും നടത്താൻ ഒരു സാധ്യത ഉണ്ടോ, അറിയോ? ഇല്ല, നോർമലി നമ്മുടെ ഫണ്ടിന്റെ NFO വരുന്ന സമയത്ത് ഇപ്പൊ നജീബ് പറഞ്ഞ അതേ കാര്യങ്ങള് നമ്മുടെ പ്രസന്റേഷന്റെ താഴെ അവൈലബിൾ ആയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. നോർമലി നമ്മൾ ഫിനാൻസ് ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഎത്തിക്കൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിൽ പോകുന്നുണ്ടാവില്ല. പക്ഷെ സാർ നജീബ് സാറിന് ഇപ്പൊ ഒരു 18-20% റിട്ടേൺ കിട്ടിയെന്ന് വിചാരിക്കുക എത്തിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിന്. അപ്പൊ അതിൽ നിങ്ങൾ 100% ഈ ഒരു ഉദ്ദേശത്തോടു കൂടി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണല്ലോ. ഞാൻ എല്ലാ ലാഭവും കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. എത്തിക്കലായിട്ട് കിട്ടുക എന്നുള്ള രീതിയിൽ നേടിയ ഒരു ഫണ്ട് പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് ചെറിയൊരു ശതമാനം ഇതിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് എപ്പോഴും ആ എന്താ പറയാ നമുക്കൊരു ഉറപ്പ് വരുത്തുക അറിയില്ലേ, ആ ഒരു സംഭവത്തിന് സഹായിക്കുന്നതാണ് എനിക്ക് ആഡ് ചെയ്യാനുള്ളത്. റാഷിദിന് കൂടുതൽ പറയാനുണ്ടെങ്കിൽ ചേർക്കാവുന്നു. ഇല്ല, ഇപ്പോ നമ്മൾ ആ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സും ഫിൽറ്ററിംഗ് പ്രോസസ്സും ഒക്കെ നമുക്ക് നമ്മൾ മുമ്പ് കാണിച്ചിട്ടുള്ള ഈ സ്ലൈഡ്സിൽ വിസിബിൾ ആണ്. അതെങ്ങനെയൊക്കെയാണ് ഇപ്പം ഓരോ ബിസിനസിന്റെ നേച്ചർ അനുസരിച്ചിട്ടും അതിന്റെ ഫൈനാൻഷ്യൽസ് അനുസരിച്ചിട്ടും ഒക്കെ ഫിൽട്രേഷൻ കഴിഞ്ഞിട്ടാണ് പ്യൂരിഫിക്കേഷൻ വരുന്നത്. സോ അത് പരമാവധി ആ രീതിയിലുള്ള ഫിൽട്രേഷനും കാര്യങ്ങളും അനുസരിച്ച് പോകുന്ന കമ്പനികൾ മാത്രമാണ് ഈ പറഞ്ഞ രൂപത്തിൽ ഇങ്ങനെയുള്ള പോർട്ട്ഫോളിയോസ് ആഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നജീബ് സാർ വേറെ എന്തെങ്കിലും? ടൈം ഒരുപാടായിട്ടുണ്ട്. ഹലോ, പേഴ്സണൽ ആയിട്ടുള്ള ഡൗട്ടുകൾ ഇവിടെ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ എന്തായാലും ഡീൽ ചെയ്യാം. ഞാൻ എന്തായാലും നജീബ് സാറെ കണക്ട് ചെയ്യാം. ഓക്കെ,
സോ നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും ഈ പറഞ്ഞ രൂപത്തിലുള്ള ഫൈനാൻഷ്യൽ പ്ലാൻസ് കാര്യങ്ങളൊക്കെ ഹെൽപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചാറ്റ് ബോക്സിൽ എന്തായാലും ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തിട്ട് നമ്മൾ ഓരോ ഫൈനാൻഷ്യൽ ഗോൾസും കണ്ടെത്തിയിട്ട് അതിനായിട്ടായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്, ഈ ശരിയാ ബേസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിലൂടെ അതെങ്ങനെ കണ്ടെത്താം എന്നുള്ള രീതിയിൽ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ് നിങ്ങൾക്ക് തരാൻ പറ്റും. സോ അത് പരമാവധി ആൾക്കാർ യൂട്ടിലൈസ് ചെയ്യാം. അതെന്തായാലും ഗ്രൂപ്പിലും ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മളെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്കും ഷെയർ ചെയ്തിട്ടുണ്ട്, അതിലും ജോയിൻ ചെയ്തിരിക്കുക. നമ്മൾ ഇങ്ങനെയുള്ള അപ്ഡേറ്റ്സ്, വെബിനാർസ്, സെഷൻസ് കാര്യങ്ങളൊക്കെ അതിൽ അപ്ഡേഷൻ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ മാർക്കറ്റിൽ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ എനിവേ ഷോയിബ് അദ്ദേഹം 1-2 തവണ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇഫ് പോസിബിൾ പ്ലീസ്. ഹലോ, എന്റെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞാലേ, നമ്മുടെ ഇസ്ലാമിക് സ്ക്രീനിങ് ആപ്പ് ഉപയോഗിക്കുന്ന ഒരാളാണ് ഞാൻ. അതില് നമ്മുടെ ടാറ്റ എത്തിക്കലില് ഏറ്റവും അധികം ഷെയർ ഇട്ടിട്ടുള്ളത് ഇൻഫോസിസ് ആണ്. അപ്പോ ആ സ്ക്രീനിങ് ആപ്പില് നോക്കുമ്പോ അതില് 6 കാറ്റഗറിയാന്നുള്ളത്. പാസ് ആവണമെങ്കിൽ അതിൽ രണ്ടാമത്തെ ഒരു കാറ്റഗറിയാണ് ഇംപെർമിസിബിൾ ഇൻകം ടു ടോട്ടൽ റവന്യൂ. അത് 29% ആയിട്ട് ഫെയിലാണ്. അത് മാത്രമേ കാണിക്കുന്നുള്ളത്. അപ്പോൾ എന്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നേരത്തെ അത് സൂചിപ്പിച്ചിരുന്നു 25% ഒരു കണക്ക്. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ഷെയർ ഇട്ട ഒരു സ്റ്റോക്കാണ് ഇൻഫോസിസ്. അതിൽ 29% ഇങ്ങനെ ഫെയിൽ ആയിട്ടുണ്ട്. അപ്പൊ അത് എന്തായിരിക്കും, ഏത് ഇസ്ലാമിക് സ്ക്രീനിങ് ആപ്പ് വഴിയാണ് ഇത് പാസ്സാവുന്നുള്ളത്? അത് എന്തുകൊണ്ടാണ് അങ്ങനെ അവര് ചെയ്യുന്നുള്ളത് എന്ന് ഒന്ന് അറിയണമായിരുന്നു. ഓക്കെ ഷോയിബ, അതിലൊരു സംഭവം പറയാനുള്ളത്, ഇപ്പൊ ഞാനിപ്പോ 2-3 ഇങ്ങനെയുള്ള ആപ്പുകൾ, സ്ക്രീനേഴ്സ് വെബ്സൈറ്റുകൾ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പോ ഓരോന്നിലും ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഇപ്പം ഒന്നില് കാണിക്കുന്നതായിരിക്കൂല മറ്റേല് കാണിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഈ ഡാറ്റ അവര് അഡോപ്റ്റ് ചെയ്യുന്നതില്ല, ഡാറ്റ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിൽ മിസ്റ്റേക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. ചിലതിൽ ഹലാലായത്, ചിലതിൽ ഹറാമാവുന്ന കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഈ ഇപ്പം ടാറ്റ എത്തിക്കൽ ഫണ്ടിന്റെ കാര്യം പറഞ്ഞത് കറക്റ്റ് ആണ്. നമ്മള് IT സെക്ടറിലായിരുന്നു ടാറ്റ എത്തിക്കൽ ഫണ്ട് കൂടുതൽ വെയിറ്റേജ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ IT വന്നിട്ടുള്ള ക്രാഷും കാരണം ഒരുപാട് വെയിറ്റേജ് കാര്യങ്ങളൊക്കെ കുറച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം റീസെന്റ് IT സെക്ടറൊക്കെ നന്നായിട്ട് പെർഫോമൻസും കൊടുക്കുന്നുണ്ട്. സോ ഇപ്പം ഷോയിബ് ക്വസ്റ്റ്യൻ ടേക്കപ്പ് ചെയ്യാം, നമുക്കും നല്ല രീതിയിൽ നോക്കാം. ശരി, ഇല്ല, അത് ഷോയിബ് പറഞ്ഞത് കറക്റ്റ് ആയിരിക്കും. അതിനിപ്പോ ചെയ്യാൻ പറ്റുന്നത്, എന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള മറുപടി എന്ന് പറഞ്ഞാൽ, ഇപ്പൊ റാഷിദ് പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ ആപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നന്നായി. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ കമ്പനീന്റെ സ്ക്രീനിങ് എടുത്തിട്ട് അത് ഫണ്ടമെന്റലിയോ ടെക്നിക്കലിയോ എത്രത്തോളം സ്ട്രോങ് ആണ്, അതിന്റെ എത്രത്തോളം ഇൻകം ഇംപ്യൂരിഫൈഡ് വേല് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് നമുക്ക് നമ്മളെ അറിവ് വെച്ചിട്ട് ലിമിറ്റ് ചെയ്യപ്പെടുന്ന കാര്യമാണ്. അപ്പൊ ഒന്നിലധികം കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുക എന്നതാണ് നന്നായിട്ടുണ്ടാവും. പിന്നെ ബേസിക്കലി ഇൻഫോസിസ് എന്ന് പറയുന്ന ഷോയിബ് സാർ പറഞ്ഞ ആ കമ്പനിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ, അല്ലെങ്കിൽ TCS, ഇൻഫോസിസ് അങ്ങനെയുള്ള കമ്പനീസ് ബേസിക്കലി IT ബേസ്ഡ് ആയിട്ടുള്ള ഫേംസ് ആണ്. അപ്പം പ്രൈമറിലി അവരുടെ ഏരിയ ഓഫ് ബിസിനസ് എന്ന് പറയുന്ന ഇൻഫർമേഷൻ ടെക്നോളജി ആയിരിക്കും. അപ്പൊ എന്തുകൊണ്ടാണ് 29% ഉള്ള അവരുടെ ഇൻകം ഇംപെർമിസിബിൾ ഇൻകം എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത് എന്ന് പറയുന്നത് തന്നെ ഇപ്പൊ പ്രൈമറിലി നമ്മുടെ ഒരു ഫസ്റ്റ് ലുക്ക് ലോജിക്ക് പ്രകാരം അത് ഇതാവുന്നില്ല. പക്ഷെ എന്നതുകൊണ്ട് ഷോയിബ് സാറ് റേസ് ചെയ്ത കൺസേൺ ജെന്യൂൻ അല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഞാനത് ഉൾക്കൊള്ളുന്നു. അതിന് നമുക്ക് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്, മൾട്ടിപ്പിൾ ഓപ്ഷൻസ് നോക്കുന്നത് ഒരു പരിധിവരെ സഹായിക്കും. പിന്നെ റാഷിദ് സാർ പറഞ്ഞതിനോട് ആഡ് ചെയ്യാനുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഈ നിഫ്റ്റി IT മൊത്തത്തിൽ ഒരു 30% ഡിസ്കൗണ്ടോളം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഒരു AI ബബിൾ, നാളെ AI എല്ലാ ജോലിയൊക്കെ കൊണ്ടുപോകുന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്ന കാരണത്താണ് അത് റിക്കവർ ചെയ്ത് വരുന്നുണ്ട്. അത് റിക്കവർ വരുന്നതോടൊപ്പം ഓട്ടോമാറ്റിക്കലി ശരിയാ ബേസ്ഡ് ആയിട്ടുള്ള ഒരു 20%ഓളം 15 to 20%ഓളം വെയിറ്റേജ് IT-ലുണ്ട്. സോ അതിന്റെ ഒരു ബൂം ഈ ഇൻവെസ്റ്റേഴ്സിന് അതിന്റെ കഷ്ടകാലത്തിൽ നിന്നവർക്ക് ബെനിഫിഷ്യൽ ആയിരിക്കും. IT സെക്ടർ നല്ല രീതിക്ക് പെർഫോമൻസ് കൊടുത്തിട്ടുണ്ട്. മറ്റുള്ള സെക്ടറൊക്കെ ഡൗൺ ആയപ്പോൾ